വളരെ എളുപ്പമല്ലേ? എൻ മകനേതു വിദേശത്തു പോകിലും നിന്മന കാമ്പിരി ഓർമ്മ വേണം. നിന്നുടെ ഭാഷതാ നിന്തറവാട്ടമ്മ അന്യാം ഭാഷ വിരുന്നുകാരി. ഏതൊരു മന്ത്രവും ഏതൊരു വേദവും ഏതൊരു തത്വവും ഏതൊരാൾക്കും കൃത്തിൽ പതിയണമെങ്കിൽ സഭാഷതൻ വക്രത്തിൽ നിന്നു പഠിക്ക വേണം. ഔക്കമാക്കാറുള്ളൂ. ഏത് മന്ത്രവും ഏത് വേദവും ഹൃദയത്തിൽ പതിയണമെങ്കിൽ മലയാളത്തിൽ യാസീൻ ഓതിയ പതിവില്ല, അറബിയിൽ തന്നെ എന്തോന്നണം? യാസീൻ ഓതണം. അതിനുവേണ്ടി പരമാവധി പ്രയോജനപ്പെടുത്തി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വല്ലൈലി ഇദാ യഗ്ശാഹാ വന്നഹാരി ഇദാ അജല്ലാഹാ വസ്സമാഇ വമാ ബനാഹാ വല്ലർളി വമാ തുഹാഹാ വനഫ്സിന വമാ സവ്വാഹാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം ഈ ചെറിയ സൂറത്താണ്. അല്ലാഹ് പറയുകയാണ് വശംസി വദുഹാഹാ, കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തന്നെയാണ് സത്യം, മന്ദസ്മിതം മൂകുന്ന ചന്ദ്രനെ തന്നെയാണ് സത്യം, വൽ ഖമരി ഇദാ തറാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ, പുഞ്ചിരി തൂകുന്ന പകലിനെ തന്നെയാണ് സത്യം, നിശബ്ദമായ രാത്രിയെ തന്നെയാണ് സത്യം, നിശബ്ദമായ രാത്രിയെ തന്നെയാണ് സത്യം, പ്രതിശാലമായ ഭൂമിയെ തന്നെയാണ് സത്യം, അതിനേക്കാൾ മേലാപ്പ് വിരിച്ച ഈ ആകാശത്തെ തന്നെയാണ് സത്യം. എന്റെ ശബ്ദം കേൾക്കാനെത്തിയവരെ ഒരു വേള ഒന്ന് ചിന്തിക്കുക. അല്ലാഹു ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ബൃഹത്തായ 6 ഗോളങ്ങൾ 6 പ്രതിഭാസങ്ങൾ എടുത്ത് സത്യം ചെയ്യുകയാണ്. സൂര്യനെ തന്നെയാണ് സത്യം, ചന്ദ്രനെ തന്നെയാണ് സത്യം. അല്ലാഹു ഈ 6 ഗോളങ്ങൾക്കുള്ള പ്രത്യേകത എന്താ? സഹോദരങ്ങളെ, സൂര്യന് ഒരേ ഒരു കൽപ്പന മാത്രമേ ഉള്ളൂ, സൂര്യൻ ഒരേ ഒരു ദിശ മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ ദിശ സൂര്യനില്ല. അല്ലാഹു പറയുന്നത് പോലെ സൂര്യൻ സഞ്ചരിക്കൂ. വശംസു തജ്രീ മുസ്തഖറില്ല, ذلك تقدير العزيز العليم. വശംസു തജ്രീ മുസ്തഖറില്ല, ഈ സൂര്യന് ഞാനൊരു ഭ്രമണപഥം തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഭ്രമണപഥത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കൂ. വലത്തോട്ട് മാറില്ല, ഇടത്തോട്ട് മാറില്ല, ഒരു ഭ്രംശം ഉണ്ടാവുകയില്ല. സൂര്യഗോളമേ കടന്നു വരിക, കടന്നു വരിക. जो चांद सूरज बेपाग तारे कहते हैं मुझसे सारे के सारे अल हुक्मु लिल्लाह वल मुल्कु लिल्लाह. ഈ സൂര്യൻ ഒരൊറ്റ ഭ്രമണപഥമേയുള്ളൂ. അല്ലാഹ് പറയുന്ന സഞ്ചരിച്ചു കൊള്ളുക, അതിടത്തോട്ട് ശരിയില്ല, വലത്തോട്ട് മാറില്ല. അല്ലാഹ് സൃഷ്ടിച്ചതുപോലെ ഒരേ വഴിയിലൂടെ അല്ലാഹ് കാണിച്ചു കൊടുത്ത ഒരേ വഴിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുകയാണ്. ذلك تقدير العزيز العليم. ഓ സൂര്യ, അവസാന കാലഘട്ടം എത്തുമ്പോ, ലോകാവസാനമാകുമ്പോ അല്ലാഹ് പറയും സൂര്യൻ ചുരുട്ടപ്പെടട്ടെ. ആ സൂര്യൻ ചുരുണ്ടുകൂടി അല്ലാഹുവിന്റെ കുദറത്തിന്റെ വലതുവശത്ത് ചുരുട്ടപ്പെടുമ്പോ ചുരുട്ടപ്പെട്ട ഒരു കൊച്ചുഗോളമായി ഈ സൂര്യൻ മാറിപ്പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹ് പറയുകയാണ് വൽഖമരി ഇദാ തലാഹാ, വൽഖമരി ചന്ദ്രനെ തന്നെയാണ് സത്യം, കുളിർനിലാവ് പൊടിയുന്ന മന്ദസ്മിതം മൂകുന്ന ചന്ദ്രനെ തന്നെയാണ് സത്യം. ചന്ദ്രനോട് അല്ലാഹ് പറഞ്ഞു ഒരൊറ്റ വടിയേ ചന്ദ്രാനിനക്കുള്ളൂ. വൽഖമര ഖത്തർനാഹു മനാസില ഹത്താ ആദകൽ ഉർദൂനിൽ ഖദീർ. ഈ ചന്ദ്രനടാ, സൂര്യൻ മറയുമ്പോ ചന്ദ്രൻ ഉദിക്കുകയാണ്, ചന്ദ്രൻ മറയുമ്പോ സൂര്യൻ ഉദിക്കുന്നു. സൂര്യ ചന്ദ്രന്റെ ഇടയിൽ തർക്കങ്ങളില്ല, ആരാണ് വലിയതെന്ന വാദപ്രതിവാദമില്ല. അല്ലാഹ് പറഞ്ഞെടുത്തുകൂടെ ചന്ദ്രൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അല്ലാഹു വീണ്ടും പറയുന്നത് എന്താ? വന്നഹാരി ഇദാ ജല്ലാഹാ, ഈ പകലിനെ തന്നെയാണ് സത്യം, രാത്രിയെ തന്നെയാണ് സത്യം. കാരണം എന്തെന്നറിയുമോ? രാത്രിക്കും പകലിനും ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. രാത്രി വരേണ്ട സമയത്ത് പകല് വരില്ല, പകല് വരേണ്ട സമയത്ത് രാത്രി വരില്ല. എല്ലാത്തിനും ഒരൊറ്റ വഴി, ഒരൊറ്റ മാർഗത്തിലൂടെ പടച്ചറപ്പ് തെളിയിച്ച മാർഗത്തിലൂടെ പോയാ മതി. ചന്ദ്രന് വേറെ വഴിയില്ല. വല്ലറി
ഭൂമിയെ തന്നെയാണ് സത്യം. ഈ ഭൂമിയോടുള്ള പറഞ്ഞ് കറങ്ങിക്കൊള്ളുക, കറങ്ങിക്കൊള്ളുക, കറങ്ങിക്കൊള്ളുക. ഭൂമിയുടെ കറക്കം അനുവാദം തുടരുകയാണ്. നിൽക്കണേ ഭൂമിയെ, ഈ കറക്കം അവസാനിക്കുക, ലോകാവസാനത്തിന് വേണ്ടി മാറി നിൽക്കുക. ഇതാ സുൽസിലത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി ഒരു ദിവസം പൊട്ടിപ്പിളരാൻ പറയുമ്പോ അള്ളാന്റെ കൽപ്പന കേട്ടിട്ട് ഭൂമി പൊട്ടിപ്പിളരുമെന്ന് അള്ളാഹ് പറയുകയാണ്. ആകാശമേ, ആകാശമേ, ഈ ഭൂമിയുടെ മുകളിൽ പ്രപഞ്ചത്തിന്റെ മേൽ കൂര പോലെ തണല് വിരിക്കുക. ഇനി എന്റെ തീരുമാനം വരുമ്പോ അന്ന് ആകാശവും വിണ്ടുകീറി പല കഷണങ്ങളായി മാറും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 66,16,10,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ ഭൂമിയെ പറഞ്ഞിട്ട് ഈ ഭൂമിയിൽ നിന്ന് 14,95,97,906 കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന 1.5 കോടി ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തിച്ചൊലിക്കുന്ന ഈ ഭൂമിയേക്കാൾ 30,000 ഇരട്ടി പിണ്ടവലിപ്പമുള്ള സൂര്യന് ഇത്രയും വലിയ 6 പ്രതിഭാസങ്ങളെ പറഞ്ഞിട്ട് ഏഴാമതെന്ന് പറഞ്ഞത് ഏതെന്നറിയോ? അല്ലാഹ് പറയുകയാണ്, വനഫ്സിൻ 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 വമാ സവ്വാഹാ. മനുഷ്യ, നിന്റെ ആത്മാവിന്, നിന്റെ ഹൃദയത്തെ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ശ്രദ്ധിച്ച് കേൾക്കണേ. ആകാശത്തെയും ഭൂമിയെയും പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ട് ഭൂമിയേക്കാൾ 30,000 ഇരട്ടി പിണ്ടവലിപ്പമുള്ള സൂര്യനെ പറഞ്ഞിട്ട് ആ സമയത്താണ് അള്ളാഹ് പറയുന്നത് വനഫ്സിൻ. ഇനിയൊരു കൊച്ചവയവം, ഇനിയൊരു ചെറിയ അവയവം ഈ നമ്മുടെ ഹൃദയത്തിന്റെ മധ്യഭാഗത്ത് വലതുഭാഗത്തായി ഇടത്തോട്ട് ചെരിഞ്ഞിരിക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുഷ്ടിയുടെ മാത്രം വലിപ്പമുള്ള ഒരു കൊച്ചവയവം വനഫ്സിൻ വനഫ്സിൻ വനഫ്സിന് വമാ സവ്വാഹാ. ഈ ഹൃദയത്തെ പടച്ച അല്ലാഹനെ തന്നെയാണ് സത്യം. സൂര്യൻ ഒറ്റ വഴിയേയുള്ളൂ, ചന്ദ്രൻ ഒറ്റ വഴിയേയുള്ളൂ, പകലിന് ഒരു മാർഗമേയുള്ളൂ, രാത്രിക്കൊരു മാർഗമേയുള്ളൂ. പക്ഷേ മനുഷ്യ 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 ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. നിനക്ക് മാത്രം 2 വഴിയാണ്. ഒന്ന് സത്യത്തിന്റെ വാട, മറ്റൊന്ന് അസത്യത്തിന്റെ വാട. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. അല്ലാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാരെ, അല്ലാഹു നല്ല ബോധം നൽകട്ടെ, അല്ലാഹു നല്ല ബോധം നൽകട്ടെ. ആകാശം, ഭൂമി, പകല് രാത്രി, പകല് രാത്രി, സൂര്യൻ, ചന്ദ്രൻ, ബൃഹത്തായ 6 കാര്യത്തെ പറഞ്ഞിട്ട് അല്ലാഹ് പറയുകയാ, ഭൂമിയേക്കാൾ 30,000 ഇരട്ടി പിണ്ട വലിപ്പമുള്ള സൂര്യൻ ഞാൻ പറയുന്നത് പോലെ സഞ്ചരിക്കും, ഞാൻ തകരാൻ പറയുമ്പോൾ തകരും. ചന്ദ്രൻ ഞാൻ പറയുന്ന സമയത്ത് ഉദിക്കും, ഞാൻ പറയുന്നിടത്തൂടെ നടക്കും. പകൽ ഞാൻ പറയുന്ന സമയത്ത് വരും, രാത്രി ഞാൻ പറയുന്ന സമയത്ത് വരും. പക്ഷേ അനുസരിക്കാത്തവർ ഒറ്റ ഒരുത്തനെയുള്ളൂ. അവൻ ആരാ? 450 ഗ്രാം തൂക്കമുള്ള ഈ മുട്ടിയുടെ വലിപ്പം മാത്രമുള്ള ഒരു കൊച്ചവയവും ഇതിന്റെ ഉള്ളിൽ ഏത് സമയത്തും ബ്ലോക്കാവാം. ആ ഒരു അവയവുമായി ഇതിരിക്കുന്ന മനുഷ്യ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. നിന്റെ മുമ്പിൽ 2 വഴി. നിന്റെ മുമ്പിൽ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? മണ്ടേ കയറുന്നുണ്ട്? ഉണ്ടെന്നാ ഇല്ലെന്നാ? എന്തേലും പൈസ പറയും മനുഷ്യന്മാരെ, കേരളണ്ട. ഒരു ഖുർആന്റെ സൂറത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം, എന്നാൽ ഇതിന്റെ പ്രമേയം മനസ്സിലാവൂ. അത് ചരിത്രം മാത്രം പറഞ്ഞാൽ മതിയാ? അത് ഇൻഷാ അല്ലാഹ് പറയാം. സമാധാനമായിട്ടിരിക്കുക. അത് ഒന്ന് ചിന്തിച്ചു നോക്കി. സൂര്യൻ അല്ലാഹ് പറഞ്ഞ അതാ ഞാൻ പറഞ്ഞ യാസീൻ ഓതുമ്പോ അതിന്റെ ഉൾക്കാമ്പ് മനസ്സിലാകണം. നമ്മൾ യാസീൻ ഓതിയാൽ മത്തങ്ങാട് വള്ളി മാതിരി തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും വരും. മത്തങ്ങയുടെ വള്ളി കണ്ടിട്ടില്ലേ? അത് മുളച്ചെടുത്ത് തന്നെ ഇറങ്ങി വരും. നമ്മൾ യാസീൻ ഓതിയ മുബീനെത്തനല്ല, അത് ഇലഹിപ്പുറത്തേക്കും എത്തൂല. അത് എത്ര മുബീൻ അമ്മാതിരിയാണ് നമ്മുടെ യാസീൻ ഓത്ത്. എന്റെ പ്രിയ, യഥാർത്ഥത്തിൽ യാസീൻ മാത്രം പഠിച്ചാൽ മതി ജീവിതം വന്നു. യാസീൻ മാത്രം. മരണം, ജീവിതം, പരലോകം, ഖബർ എല്ലാം യാസീൻ. യാസീൻ ജീവിതം, മരണം, മരണം. അള്ളാഹു പറയുകയാണ് ലോകത്ത്
സ്വർഗം നരകം ഹാദിഹി ജഹന്നമുല്ലത്തി യുകദ്ദിബു ബിഹിൽ മുജ്രിമൂൻ. പുനർജീവിതം അവലം യറൗന്ന ഖലഖനാഹു മിൻ തുർബിൻ ബൈദാഹു ഖസീമുൻ മുബീൻ വളറബ ലനാ മസലൻ വനസിയ ഖൽഖ ഖാല മൻ യുഹീൽ ഇളാമ വഹിയ റമീം. ആ ഒരൊറ്റ സൂറത്ത് പഠിച്ചാൽ മതി. അല്ലാഹ് പറയുകയാണ്, മനുഷ്യ മനുഷ്യ മാനവ 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 നിന്റെ മുമ്പിലാണ് രണ്ട് മാർഗമുള്ളത്. അസത്യത്തിന്റെ പാട, വ്യഭിചാരത്തിന്റെ പാട, മദ്യപാനത്തിന്റെ പാട, ചീട്ടുകളിയുടെ പാട, ആവാസത്തിന്റെ പാട, അസത്യത്തിന്റെ പാട, അധാർമികതയുടെ പാട. ഇവിടെ അല്ലാഹു പറയുന്നതെന്താണ്? ഈ പ്രവാസ ലോകത്തിന്റെ മാസ്മരികതയുടെ മുമ്പിൽ മയങ്ങിപ്പോയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു പറയാണ്, നിന്റെ മുമ്പിൽ എല്ലാവിധ വഴികളും തുറന്നു കിടക്കുമ്പോ മദ്യപാനത്തിന്റെയും ചൂതാട്ടത്തിന്റെയും നന്മയുടെയും വഴികളും മിങ്കിളായി കിടക്കുമ്പോ അല്ലാഹു പറയുകയാണ്, ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. അല്ലാഹു പറയുകയാണ്, ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ഈ കാണുന്ന ഹൃദയത്തെ മോഹങ്ങളുടെ, ആത്മാദി മോഹങ്ങളുടെ, ആദിയുടെ, അത്യാദിയുടെ, വൈരാഗ്യത്തിന്റെ, കാലുഷ്യത്തിന്റെ, കലാപത്തിന്റെ എല്ലാത്തിന്റെയും വിളനിലമായ ഹൃദയത്തെ, ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ ആരാണോ തഖ്വ നടക്കുക, ആരാണോ ആത്മീയത നടക്കുക, അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിജയി എന്ന്. ഈ ഭൂമിയിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും വലിയ വിജയിയാരെന്നറിയോ? ആ വിജയി ഖദ് അഫ്ലഹ മൻ സക്കാഹാ. സ്വന്തം ശരീരത്തെ സംസ്കരിച്ചെടുത്തവനാണ്. സ്വന്തം ഹൃദയത്തെ സംസ്കരിച്ചെടുത്തവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ട് വഴി നിന്റെ മുമ്പിലുണ്ട്: മദ്യപാനം, ചൂതാട്ടം, ചരസ്, ആഭാസം, അശ്ലീലത, ക്യാമറ, ഡാൻസ്, റിയാലിറ്റി ഷോ, മിടുമിടുക്കി, സർവ്വതുണ്ട്. മലബാറിന്റെ ഏറ്റവും വലിയ ഗുരുതരമായ രോഗം ഏതെന്നറിയോ? മലബാർ ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. മലബാറിന്റെ ഏറ്റവും വലിയ ഗുരുതര രോഗം, തലയിൽ തട്ടമിട്ട മാപ്പിള പെണ്ണ് റിയാലിറ്റി ഷോയുടെ റാമ്പിൽ ലജ്ജയില്ലാതെ പങ്കെടുത്തു. ലജ്ജയുണ്ടെങ്കിൽ പിന്നെയും പോട്ടെ, ലജ്ജയുണ്ടായിരുന്ന ഒരു പെണ്ണ് മലബാർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഗുരുതരമായ പ്രതിസന്ധി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ ഏതാണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. സൗദിയുടെ കവാടം അടയുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ധാരാളം പ്രവാസികൾ, ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞ പ്രവാസികൾ ആശങ്കയിലാണ്. അള്ളാഹുവിന്റെ ആശങ്കകൾ മാറ്റിക്കൊടുക്കട്ടെ. അവരെ റിസ്കിന്റെ വഴി അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിയിൽ അവരുടെ മനസ്സിനെല്ലാ സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരർത്ഥത്തിൽ ഇതിന്റെ മറുഭാഗം ചിന്തിക്കുമ്പോൾ കുറെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെയോ നമ്മൾ ആയിപ്പോയി എന്ന കണക്കുകൂട്ടലുകൾ ഉണ്ടായി. മലബാറിൽ തട്ടമിട്ടുകൊണ്ട് വീട്ടിൽ അടങ്ങിയിരുന്ന പെണ്ണ് റിയാലിറ്റി ഷോയുടെ റാമ്പുകളെത്തി. മലബാറിലാണ് കൂടുതൽ, നമ്മുടെ ഭാഗത്തോട്ട് കൂടുതൽ. തെക്കൻ ജില്ലകളിൽ കൂടുതലില്ല. എന്താ തെക്കൻ ജില്ലക്കാരുണ്ട്? നിങ്ങൾ നോക്കി, പൊതുവെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി, ഇല്ല. തൃശ്ശൂർ ജില്ലയ്ക്ക് അപ്പുറത്തോട്ടുള്ള ആള്, തെക്കൻ ജില്ലയെന്നില്ല. ഞങ്ങളുടെ നാട്ടിലെ പെണ്ണുങ്ങളില്ല. അത് സംപ്രേഷണം അവിടെ നിന്നാണ്. അത് നിങ്ങൾ വന്നിട്ടല്ലേ? അതെന്താണെന്നറിയാമോ? ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ ഇല്ല എന്ന് പറഞ്ഞാൽ സംപ്രേഷണം എങ്ങനെ ചെയ്യാതിരിക്കും? നല്ല കരിമീൻ പൊരിച്ച് പൂച്ചയുടെ മുമ്പിൽ വെച്ചിട്ട് അവളാണിത് തിന്നരുത്, പൂച്ചയുടെ ഒരു കുത്തിണ്ടായിരിക്കും. അത് നടക്കില്ലല്ലോ. നമ്മുടെ തെക്കൻ ജില്ലയിലെ പെണ്ണുങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നറിയാവോ? ഇന്ന് എന്നെ ഉച്ചയ്ക്ക് സ്വാഗതം പറഞ്ഞപ്പോൾ ആരവർ അസറുല്ലായി വയസ്സായി പറഞ്ഞു, തെക്കൻ ജില്ലയിൽ ഇസ്ലാം വളരെ കുറവാണ്. അപ്പോ എന്റെ പ്രിയപ്പെട്ട, അതെന്തുകൊണ്ടാണെന്നറിയാം? തെക്കൻ ജില്ലയിലെ പെണ്ണുങ്ങൾ ഇല്ലാത്തത് നിങ്ങൾ ഓർക്കണ്ട, നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് നരകത്തെ പേടി കൂടുതലായതുകൊണ്ടോ അല്ല തക്കവയുള്ളത് കൊണ്ടാണോ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അവർ SMS അയച്ച് കിട്ടിയില്ല, അല്ലാതെ വേറെ പ്രശ്ന കാര്യത്തിലില്ല. ഏതു വഴിയും മനുഷ്യന്റെ മുമ്പിൽ സുതാര്യമാണ്. കുറച്ചുകൂടി ഞാൻ പറയുന്നു, തഖ്വയും ഈമാനും ഏറെ ഉണ്ടാകേണ്ടത് ഇപ്പോഴാണ്. ഏത് സമയത്ത് ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ ഏറ്റവും വലിയ കാമ്പ് അവിടെയാണ്. അള്ളാഹു ബോധം നൽകട്ടെ. ഇനി അള്ളാഹു പറയുന്നത് അടുത്ത ഒരായത്ത്, അത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കണം. ഈ സൂറത്തിന്റെ ഘടനയാണ്, ചെറിയ സൂറത്താണ്.
ഒരു ചെറിയ സൂറത്ത്. ഇത് ഓതുമ്പോൾ ഇത് ഓർമ്മ വേണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പറയുന്നു, ആർക്കാണോ ഹൃദയത്തിന് തക്കവയുണ്ടായത്, ഈ ഹൃദയം, ഈ ആത്മാവ്, ഈ ഹൃദയം, ആ ഹൃദയം എന്ന് പറഞ്ഞാൽ 450 ഗ്രാം തൂക്കമുള്ള ഒരു സാധനം. ഇതിനകത്താണ് സർവ്വതം ഉണ്ടാവണം. ദുരാഗ്രഹം ഇതിനകത്താണ്, അത്യാഗ്രഹം ഇതിനകത്താണ്. അതിനെ ഒന്ന് നന്നാക്കിയാൽ, ഹൃദയത്തിന് ബ്ലോക്ക് വന്നാൽ മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റും, ഇല്ലേ? ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ അതായത് നോക്ക്, ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ, ഹൗസ് ഓഫ് ടോട്ടൽ കെയർ. ഹൃദയത്തിനൊരു പ്രശ്നം ഉണ്ടായി, 1 മിനിറ്റിൽ 72 പ്രാവശ്യം പിടിച്ചുകൊണ്ടുന്ന ഹൃദയത്തിന് അടുപ്പം കഥപ്പ്, നേരെ എന്തെങ്കിലും ടോട്ടൽ കയറി പോയാൽ മതി. ഹബീബന്റെ അടുത്ത സുഹൃത്താണ്, നാട്ടിലെ സുഹൃത്താണ്. അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ. എന്റെ മാനേജർ ഡയറക്ടർ കെട്ടി ഹബീബയാണ്. ഹബീബ് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് വണ്ടിയിൽ മുഴുവൻ എന്റെ ക്യാസറ്റ്. ഹബീബ് എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി പോയതാ പോസ്റ്റിന്. നോക്കിയപ്പോൾ കാറി കയറി പോകേണ്ടി വരുമ്പോൾ ലോകാവസ്ഥാനം. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഒരു കാര്യത്തിൽ ഏതായാലും നമ്മുടെ കേരളത്തിൽ 50,000-ത്തിലധികം ആളുകൾ, ചെറുപ്പക്കാർ മുഴുവനും, ഗാനമേളക്കിരുന്ന ചെറുപ്പക്കാർ പേപ്പർ പിടിച്ചുകൊണ്ട് 7 മണിക്കൂർ വലുത് കേൾക്കാൻ 100 കണക്കിന് കിലോമീറ്റർ താണ്ടി നമ്മുടെ കേരളത്തിൽ സജീവമായി എത്തുന്നുവെങ്കിൽ അള്ളാഹു ഇതിനെ നിലനിർത്തി കൊടുക്കുമാറാകും. അപ്പൊ ഹൃദയത്തിനൊരു ബ്ലോക്ക് ഉണ്ടായാൽ, ഇനി ഹൃദയം പോയാൽ തന്നെ മാറ്റിവെക്കാം. ജാർവിക് 7 എന്ന പേരിൽ അലുമിനിയവും പോളിയൂറിത്തേനും ഉപയോഗിച്ചിട്ട് കൃത്രിമ ഹൃദയം തന്നെ ശാസ്ത്രലോകം വികസിച്ചെടുത്തിട്ടുണ്ട്. ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടായാൽ മാറ്റിവെക്കാം. അല്ലെങ്കിൽ ഹൃദയത്തിന് പ്രശ്നമുണ്ടായാൽ ചികിത്സിക്കാം, ഒരു പ്രശ്നവുമില്ല. ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താം. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരു കാര്യം കൂടി ഓർക്കണം, പ്രവാസികൾ പ്രത്യേകിച്ച്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഒരു രസമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് മലയാളിയായ കോട്ടയത്തുകാരനായ ഡോക്ടർ KM ചെറിയാനാണ്. അദ്ദേഹം മദ്രാസ് മെഡിക്കൽ മിഷൻ അപ്പോളോ ഹോസ്പിറ്റലിൽ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തി ക്രിസ്ത്യാനിയായ ഡോക്ടർ KM ചെറിയാൻ. അദ്ദേഹം മാറ്റിവെച്ചത് ഒരു ഹിന്ദുവിന്റെ ഹൃദയമാണ്, പകരം കൊടുത്തൊരു മുസ്ലിമിന്റെ ഹൃദയവും. ഒരു മുസ്ലിമിന്റെ ഹൃദയം ഒരു ഹിന്ദുവിന്റെ ശരീരത്തിൽ ഒരു ക്രിസ്ത്യാനിയായ ഡോക്ടർ ഇന്ത്യയിൽ ആദ്യമായി മാറ്റിവെച്ചു. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞു. ഹിന്ദുവിന്റെ ശരീരത്തിലായതുകൊണ്ട്, ഇത് മുസ്ലിമിന്റെ ഹൃദയമായതുകൊണ്ട് ഹിന്ദുവിന്റെ ശരീരം പറഞ്ഞില്ല, എന്റെ രക്തം അങ്ങോട്ട് പോകില്ല, ഇത് പച്ചയാണ്, ഇതുകൊണ്ട് ഞാൻ എന്റെ ശക്തം അതിലേക്ക്, ഈ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യില്ല എന്ന് ഹൃദയം പറഞ്ഞ് ആ ഞരമ്പുകൾ തീരുമാനിച്ചില്ല. ഹിന്ദുവിന്റെ ശരീരത്തിലായതുകൊണ്ട് അവരിലേക്ക് ഹിന്ദുവിന്റെ ശരീരത്തിന്റെ രക്തം ഞാൻ പമ്പ് ചെയ്യില്ല എന്ന് മുസ്ലിമിന്റെ ഹൃദയം തീരുമാനിച്ചില്ല. അവർ രണ്ടുപേരും കൂടി ഹിന്ദുവിന്റെ ശരീരത്തിൽ മുസ്ലിമിന്റെ ഹൃദയം വെച്ച് പിടിപ്പിച്ചത് ഒരു പച്ച നസ്രാണി ഡോക്ടർ ആയതുകൊണ്ട്, ഒരു ക്രിസ്ത്യാനി ഡോക്ടർ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇത് സ്വീകരിക്കില്ല എന്ന് അവർ തീരുമാനിച്ചില്ല. ആ രോഗി ഇന്നും സുഖമായി ജീവിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാനവ സൗഹാർദ്ദത്തിന്റെ, മനുഷ്യന്റെ ശരീരത്തിന്റെ മുകളിലാണ് അവന് വർഗീയതയും കലാപമുള്ളത്. അവന്റെ ഉള്ളിലോട്ട് ചെന്നാൽ എല്ലാം ഒരേപോലെയാണ്, എല്ലാം ഒരേപോലെയാണ്. ഇന്നും ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ പ്രതീകാത്മകമായി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന പരമാർത്ഥം കൂടി ഇതിൻ്റെ ഇടയിൽ ഓർത്തുവെക്കുക. അള്ളാഹു സമാധാനത്തോടെ ജീവിക്കാൻ, സമാധാന കാംക്ഷികളായി ജീവിക്കാൻ അള്ളാഹു ഈ കലാപത്തിന്റെയും കാലുഷ്യത്തിന്റെയും നാട്ടിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണക്കാരനായി നമ്മുടെ കേരള സമൂഹത്തില് മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ കാരണക്കാരനായിരുന്നു ഡോക്ടർ M ഗംഗാധരൻ. അദ്ദേഹം കേരളത്തിലെ അറിയപ്പെട്ട ഡോക്ടറാണ്. അദ്ദേഹം എഴുതുന്ന ഒരു ഓർമ്മക്കുറിപ്പുണ്ട്. അദ്ദേഹം ബാബരി മസ്ജിദ് തകർന്ന ദിവസം ഡിസംബർ 6, 1992 ഡിസംബർ 6 ഡോക്ടർ M ഗംഗാധരനും ഭാര്യയും മക്കളും കൂടി മലപ്പുറം ടൗണിലൂടെ സഞ്ചരിക്കുകയാണ്. അദ്ദേഹം കാറിൽ പോകുമ്പോൾ പെട്ടെന്നാണ് ഫ്ലാഷ് കേൾക്കുന്നത്, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു, ഇന്ത്യയിൽ മുഴുവനും വർഗീയ കലാപം, ആളുകൾ ചുട്ടരിക്കുന്നു. ഗംഗാധരൻ പറയുകയാണ്, ഞാൻ നിൽക്കുന്നത് എല്ലാവരും പറയുന്ന ഇന്ത്യയിലെ, കേരളത്തിലെ പാകിസ്ഥാനിലാണ്, മലപ്പുറം ജില്ലയിൽ. ഇവരെല്ലാവരും കൂടി ഒരു ഹിന്ദുവായി എന്നെയും എൻ്റെ ഭാര്യയും മക്കളെയും ജീവനോടെ ചുട്ടിരിക്കുമെന്ന് എനിക്ക് തീർച്ചയായി. കാരണം എല്ലാവരും പ്രസംഗിച്ച് പദ്ധതി പറഞ്ഞു അങ്ങനെയാണ്. കേരളത്തിലെ പാകിസ്ഥാന്റെ നടുവിൽ ഡോക്ടർ ഗംഗാധരൻ കാറിലിരുന്നുകൊണ്ട് പറയുന്നു, ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും ഞാൻ അവസാനത്തെ കാണുന്നത് പോലെ ഞാൻ നോക്കി. ഭാര്യ കരയാൻ തുടങ്ങി. നമ്മൾ മലപ്പുറത്താണ്, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു, നമ്മളെ ഇപ്പോൾ ഈ മുസ്ലിമീങ്ങൾ മുഴുവനും പച്ചയോടെ കത്തിച്ചു കൊന്നുകളയും. ഗുജറാത്തിലടക്കം ഡൽഹിയിലടക്കം കലാപങ്ങൾ അരങ്ങേറി കഴിഞ്ഞു. സഹോദരങ്ങളെ, ഗംഗാധരൻ പറയുന്നുണ്ട്, ആ സമയത്താണ് ഞാൻ എൻ്റെ ജീവനിൽ പേടിച്ച് എൻ്റെ ഭാര്യയും മക്കളെയും എൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ കാറിന്റെ തൊട്ടുമുമ്പിലൂടെ ഒരു ജീപ്പിൽ ഒരു അനൗൺസ്മെന്റ് വാഹനം പോകുന്നത് ഞാൻ കേട്ടത്. ഞാൻ ഗ്ലാസ് താഴ്ത്തി, കലാപത്തിന്റെ ആഹ്വാനമാണെന്ന് കരുതി, ഇനി ഹിന്ദുക്കളെ വെച്ചേക്കരുതെന്നുള്ള ആഹ്വാനമാണെന്ന് ഗ്ലാസ് താഴ്ത്തി. ആ സമയത്താണ് ഒരു ജീപ്പിൽ അനൗൺസ്മെന്റ് കേട്ടത്, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട് കാരണത്താൽ ഇന്ത്യ രാജ്യത്തിൽ വർഗീയ കലാപങ്ങൾ അരങ്ങേറുമ്പോൾ
നമ്മളാരും സംയമനം വിടാതെ നമ്മുടെ സഹോദരങ്ങളായ ഹൈന്ദവ സഹോദരങ്ങളെ അവരുടെ അഭിമാനവും ശരീരവും സ്വത്തും നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കണമെന്ന് നമ്മുടെ നേതാവായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു എന്ന ഒരു അനൗൺസ്മെന്റ് വാഹനം പോയപ്പോ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയി. ഞാൻ അറിഞ്ഞതിനപ്പുറമാണല്ലോ ഇസ്ലാമെന്നും അതിന്റെ സഹിഷ്ണുതയുടെ മുഖമെന്നറിഞ്ഞ് എന്റെ കാലിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് ബാബരി വെച്ച് തറക്കപ്പെട്ട അന്നത്തെ ദിവസം മലപ്പുറം ജില്ലയിൽ ഒരു പോരട് പോലും ഏൽക്കാതെ ഞാൻ നടന്നുപോയപ്പോ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന മഹാമനുഷ്യന്റെ വാക്കുകൾക്ക് ഈ ലോകം കൊടുക്കുന്ന വിലയെന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കലാപത്തിന്റെയും കാലുഷ്യത്തിന്റെയും ആക്രോശങ്ങളെ കൊടപ്പനക്കൽ തറവാട്ടിന്റെ പച്ചിലത്തുരുമ്പിലേക്ക് കൂട്ടിക്കെട്ടി സൗമ്യത്തോടു കൂടി കൊണ്ടുപോകാൻ അവര് നൽകിയ സംഭാവനകൾ വിസ്മരിക്കാൻ നമുക്ക് കഴിയുന്നതല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ടല്ല, ഞാനൊരു ലീഗുകാരനുമായിട്ടല്ല, ഒരു നന്മയെ കാണുമ്പോൾ ആ നന്മയുടെ ഭാഗത്തെ കുറിച്ച് പറയാൻ കഴിയുന്ന നന്മയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖദ് അഫ്ലഹ മൻ സക്കാഹ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഈ ഹൃദയത്തെ നിങ്ങൾക്ക് നന്നാക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയാ ഹൃദയത്തെ നന്നാക്കുക? ആ ഒരൊറ്റ കാര്യമാണ് അല്ലാഹു പറയുന്നത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഈ ഹൃദയത്തെ നന്നാക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയാ സഹോദരങ്ങൾ ഹൃദയത്തെ നന്നാക്കുക? ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടായാൽ ആശുപത്രിയിൽ പോയി നമുക്ക് ആൻജിയോഗ്രാം ചെയ്യാം. പക്ഷേ ഹൃദയത്തിന് ഒരു രോഗമുണ്ടായാൽ, അശ്ലീലതയുടെ രോഗം, അധാർമികതയുടെ രോഗം, കഞ്ചാവിന്റെ രോഗം, മദ്യാസക്തിയുടെ രോഗം, ആ രോഗമുണ്ടായാൽ അതിനെ ചികിത്സിക്കാൻ ഏത് ഹോസ്പിറ്റലിലാണ് പോവുക? ഹൃദയത്തെ സംസ്കരിക്കാനുള്ള ഒരേ ഒരു മരുന്നേടാ وقيام الليل والتضرع بالسحر ومجالسات الصالحين الفضلاء. ഹൃദയത്തിന് മരുന്ന് കണ്ടെത്തണം. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഹൃദയത്തിന് മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പട്ടാപകലിൽ നടന്നു പോകുന്ന 7 വയസ്സുകാരി പെണ്ണിനെ പോലും കാമത്തോടെ നോക്കുന്ന പുരുഷന്റെ ഹൃദയത്തെ ചികിത്സിക്കാൻ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ നിയന്ത്രണത്തിന് കഴിയില്ല. അതിനൊരേ ഒരു നിയന്ത്രണത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. സഹോദരങ്ങളെ, പാതിരാ സമയത്ത് ഡൽഹി നഗരത്തിലൂടെ നടന്നു പോകുന്ന പെണ്ണിനെ മരത്തിൽ കടത്തി മാനവങ്ങാന്തീട് സിംഗപ്പൂരിലെ ഹോസ്പിറ്റലിൽ നിന്ന് വെള്ളത്തുണി മൂടിയിട്ട് ഇന്ത്യ രാജ്യത്തിലേക്ക് കടന്നു വന്ന ഒരു പാവപ്പെട്ട പെണ്ണ്. ആ പെണ്ണിന്റെ മരണം ഇന്ത്യ രാജ്യത്തിന്റെ മാനം കെടുത്തി കളഞ്ഞെങ്കിൽ സഹോദരങ്ങളെ പട്ടാപ്പകല് പോലും പെണ്ണിനെ പിച്ച് ചിന്തുന്ന 4 വയസ്സുകാരിയെ 4 പ്രാവശ്യം കടിച്ചു കീറി വലിച്ചെറിയുന്ന നരാധമന്മാരുടെ കാലത്ത് സ്വന്തം മക്കളെ പോലും വ്യഭിചാരത്തിന് പറഞ്ഞു കൊടുക്കുന്ന വ്യഭിചാരത്തിന്റെ കാലം മാറിപ്പോയി, അതിന്റെ രൂപം മാറിപ്പോയി. ഇന്ന് വ്യഭിചാരത്തിന്റെ അവസ്ഥയാണെന്നറിയോ? ഒരേ ഒരു സന്ദേശം നിങ്ങളോട് പറയാൻ വേണ്ടിയാ ഞാനിത് പറയുക. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ മാത്രം 115ഓളം വരുന്ന കുട്ടികളാണ് പ്രസവിക്കപ്പെട്ടത്. നമ്മുടെ നാട്ടിലെ ഒരു പെണ്ണിന്, പ്രായപൂർത്തിയായ പെണ്ണിന് പാതിരാ സമയത്ത് അതിന് കുത്തിയിടാതെ കിടന്നിറങ്ങാൻ ഭയമാണ്. കാരണം എന്താ? അവളുടെ അയൽവക്കത്ത് താമസിക്കുന്നവൻ അക്കാരി കോൺട്രാക്ടർ ആയതുകൊണ്ടല്ല. പ്രായപൂർത്തിയായ പെണ്ണിന് സ്വന്തം ബെഡ്റൂമിൽ വാതിന് കുത്തിയെടുത്ത കുത്തിയിടാതെ കിടക്കാൻ കഴിയുന്നില്ല. അവളുടെ അയൽവക്കത്ത് പെൺമാണി വെക്കാനുള്ളത് കൊണ്ടല്ല. അവളുടെ അയൽവക്കത്ത് താമസിക്കുന്ന നൊട്ടോറിയസ് ക്രിമിനലിനെ പേടിച്ചിട്ടല്ല. ആ പിഞ്ചു വൈദ്യനെ പേടിയാരെയെന്നറിയുമോ? തൊട്ടപ്പുറത്ത് ഭിത്തിക്കപ്പുറത്ത് കിടന്നിറങ്ങുന്ന സ്വന്തം പിതാവിനെ ഭയന്നിട്ട് പ്രായബുദ്ധിയായ പെണ്ണിന് കേരള രാജ്യത്തിൽ കിടന്നിറങ്ങാൻ പേടിയാണത്. 165 പെൺമക്കളാണ് കേരളത്തിൽ സ്വന്തം പിതാവിനാൽ ഗർഭം ധരിച്ച് പ്രസവിച്ചത്. കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന പൊന്നോമനെ നോക്കിയിട്ട് ഇതിന്റെ പിതാവാണെന്ന് ചോദിച്ചാൽ എന്നെ ജനിപ്പിച്ചവനാരോ അയാളാണ് എന്റെ കുഞ്ഞിന്റെ പിതാവെന്ന് പറയേണ്ട. പിശാചുക്കൾ പാർക്കുന്ന വേദാള നഗരം പോലെ ഈ ഭൂമി അതപ്പതിച്ചു പോകുമ്പോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം തകർന്നു പോയി. സ്വന്തം ഭാര്യയെ മറ്റൊരു തന്നെ മുമ്പിലോട്ട് കൂട്ടിക്കൊടുത്തുകൊണ്ട് പോകുന്ന നിങ്ങൾ അറിഞ്ഞോ എന്നറിഞ്ഞില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അല്ലാഹു പറയുന്ന പരമാർത്ഥമാണ്. അടുത്ത ആയത്ത് നിങ്ങൾ ഇരുത്തി ചിന്തിക്കേണ്ട ആയത്താണ്. എറണാകുളം നഗരത്തിന് 5 നക്ഷത്ര ഹോട്ടലുകളുണ്ടത്രേ. വൈകുന്നേരമാകുമ്പോ ഇരുട്ട് തുറങ്ങാത്ത മനുഷ്യർ ഭാര്യ ഭർത്താക്കന്മാർ 5 നക്ഷത്ര ഹോട്ടലുകളിലെത്തും. പാതിരാ സമയത്ത് നിയോൺ ബൾബിന്റെ വെളിച്ചത്തിൽ മധ്യമവരെ സ്ഥിരകളെ ഭരിച്ചു കഴിയുമ്പോ പാതിരാ സമയത്ത് വന്ന കാറിന്റെ കീ മേശപ്പുറത്തിടുമത്രേ. ഒരു നിമിഷം ലൈറ്റ് ഓഫ് ആക്കുമ്പോ ഇട്ടമുള്ളവൻ ഇട്ട കീ എടുക്കാം. ഏത് കാറിന്റെ കീയാണ് ഒരുത്തന്റെ കയ്യിൽ
കിട്ടുക, അവന്റെ കൂടെ ഇരുന്ന് വന്ന ഭാര്യ ഈ തീ കിട്ടിയവന്റെ കിടപ്പറയിൽ കിടന്നു പോകണമെന്ന് പറയുന്ന പാശ്ചാത്യന്റെ സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ അള്ള ചോദിക്കുകയാണ്, മനുഷ്യ മനുഷ്യ മനുഷ്യ, പറവൂര് പെൺമാണിവ കേസിലെ ഒന്നാമത്തെ പ്രതിയാര, അബ്കാരി കോൺട്രാക്ടറല്ല, കല്ലുകുടിയനല്ല, അവിടുത്തെ തെമ്മാടിയല്ല, ആ കുഞ്ഞിന് ജന്മം കൊടുത്ത പിതാവ്, അതിനേക്കാളപ്പുറം 9 മാസവും 10 ദിവസവും ആ കുഞ്ഞിനെ ഗർഭാശയത്തിന് ചുമന്ന ഉമ്മയും വാപ്പയുമാണ്. സ്വന്തം മകളെ 40 പേർക്ക് വലിച്ചെടുത്ത് കൊടുത്തത്. സുഖിക്കാനൽപ്പം കണം കിട്ടിയ, നുണയാനൽപ്പം മദ്യം കിട്ടിയ, സ്വന്തം മകളെയും വിറ്റിട്ട് ജീവിക്കാൻ കഴിയുന്ന ഭൂമിയായി ഈ മണ്ണിന്റെ മുകളിലേക്ക് അഹങ്കാരത്തോടെ ജീവിക്കുമ്പോ മതപ്രസംഗത്തിന് പ്രസക്തിയില്ല. ആരുണ്ടടാ എന്ന് ഉപദേശിക്കാൻ എന്റെ കയ്യിൽ പണമുണ്ട്, കാട്ടിട്ടാൽ പച്ചപ്പണത്തിന്റെ തിളക്കമുണ്ട്, ATM-ൽ കൊണ്ടുപോയി കാട്ടിട്ടാൽ എനിക്ക് പച്ചനോട്ടിന്റെ തിളക്കമുണ്ടടാ. ആരുണ്ടടാ എന്നെ ഉപദേശിക്കാൻ? ഞാൻ ആരെന്നറിയോ, ഞാൻ ആരെന്നറിയോ എന്ന വികാരത്തോടെ മനുഷ്യന്റെ ഹൃദയത്തിൽ അഹങ്കാരം പകർന്നപ്പോ ഹൃദയത്തിലെ അഹങ്കാരം വന്നപ്പോ അള്ള പറയുകയാണ്, അഹങ്കാരത്തോടെ നെഞ്ചി പിരിച്ച് നടക്കുന്ന മനുഷ്യ, നിനക്ക് ഓർമ്മയില്ലേടാ? കല്ലബത്ത് സമൂത് ബി തഖ്വാ, കല്ലബത്ത് സമൂത് ബി തഖ്വാ ഇതിൻ ബഅദ അഷ്ഖാ. സമൂത് ഗോത്രത്തെ നിങ്ങൾ മറന്നുപോയോ? സമൂതിനെ മറന്നുപോയോ? ഇത് ആർക്ക് വേണ്ടിയാണ് സഹോദരങ്ങളെ? അബൂലഹബിന്റെ നേരെ മാത്രമല്ല, ഉദ്വത്തിന് നേരെ മാത്രമല്ല, അല്ലാഹുവിന്റെ അദാബിനെ ഭയക്കാതെ നടന്നു പോകുന്ന, എങ്ങനെയെങ്കിലും ജീവിക്കണം, ഏത് തെമ്മാടിത്തരം കാണിച്ചാലും വേണ്ടില്ല, മദ്യപിച്ചാലും വേണ്ടില്ല, അഹങ്കരിച്ചാലും വേണ്ടില്ല എന്നോർക്കുന്ന മനുഷ്യനോടാണ് അല്ലാഹു പറയുന്നത്, കല്ലബത്ത് സമൂദ് ബി തഖ്വാ. സമൂദ് ഗോത്രത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആരാ സമൂദ് ഗോത്രം? നമ്മളെ പോലെ ആറടിയല്ല. ഈത്തപ്പന മരത്തേക്കാൾ വലിപ്പമുണ്ടായിരുന്ന, വിരല് കൊണ്ട് കരിമ്പാറ തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ ഫ്ലാറ്റ് കെട്ടി താമസിച്ച സമൂദ് ഗോത്രം. അല്ലാഹു പറയുകയാണ്, ആകാശത്തൊരു ഇടിവെട്ടി സമൂദ് ഗോത്രം തകർന്ന് ധരിപ്പണമായെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ള ചോദിക്കട അഹങ്കരിക്കുന്ന, ഇങ്ങോട്ട് നോക്ക്, അള്ള ചോദിക്കുക. ഈ ആയത്ത് വെറുതെ വരണമല്ലല്ലോ, ഇതിലൊരു തുടർച്ചയില്ലേ? അള്ള ഇത്രയൊക്കെ പറഞ്ഞ്, എടാ സൂര്യൻ എന്നെ അനുസരിക്കുന്നുണ്ട്, ചന്ദ്രൻ എന്നെ അനുസരിക്കുന്നുണ്ട്, എന്നിട്ട് ഞാനതിനെ നശിപ്പിച്ച് കളയും. ഈ 450 ഗ്രാം ഹൃദയവും 450 ഗ്രാം തൂക്കമുള്ള ഒരു ശരീരവുമായിട്ട് ഏത് സമയത്ത് സ്തംഭനം വന്ന താഴെ പോകാം, അതുമായിട്ട് നടക്കണം, നീ അഹങ്കരിക്കുന്നോടാ? അള്ള ചോദിക്കുന്നത്, നിങ്ങൾക്ക് സമൂത് ഗോത്രത്തെ അറിയൂ? ആരോടാ ചോദ്യം? ആരോടാ ചോദ്യം? എന്നോട്, നിങ്ങളോട്. ഒന്ന് കണ്ണാടി എടുത്തിട്ട് നോക്ക് സഹോദരങ്ങളെ, ഞാനൊരു ഗന്ധർവനോ സൂക്ഷിച്ചു നോക്കി, ഞാനൊരു അത്യുഗ്ര വേതാളമല്ലേ എന്ന് ചങ്ങമ്പുഴ പറഞ്ഞതുപോലെ ഒരു ഗന്ധർവനെ പോലെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കാനല്ല, സ്വന്തം മനസ്സിന്റെ പ്രതിബിംബം പ്രതിഫലിക്കുന്ന ദർപ്പണമാകുന്ന കണ്ണാടി എടുത്തിട്ട് ഞാനൊരു വേതാളമാണോ അതല്ല ഞാനൊരു ഗന്ധർവനാണോ എന്ന് സ്വയം ചിന്തിക്കാനുള്ള ഒരു സമയമായി മാറിക്കഴിഞ്ഞു. അവര് സമൂഹ ഗോത്രം ആരാ? നമ്മളെ പോലെയൊന്നുമല്ല. നമ്മുടെ കൊന്നത്തെങ്ങിനേക്കാൾ അവർക്ക് പൊക്കമുണ്ടായിരുന്നു. അവര് പെട്ടെന്ന് ഒന്ന് ഇടിമടങ്ങി തകർന്ന് തരിപ്പണമായി. അവയൊക്കെ പിന്നെ നീ എന്റെ മുമ്പിൽ എന്താണ്? നീ എന്റെ മുമ്പിൽ എന്താ? നിനക്കൊരു ഇടിയൊന്നും വേണ്ട മോനെ. ഈ മസ്തിഷ്കത്തിന്റെ വലത്തെ ഭാഗത്ത്, സെറിബ്രലത്തിന്റെ വലത്തെ ഭാഗത്ത് ഒരു ചെറിയ അവയവമുണ്ട്. സെറിബ്രലത്തിന്റെ വലത്തെ ഭാഗത്ത് 4 ഗ്രാം തൂക്കമുള്ള ഒരു കറുത്ത മുന്തിരിയുടെ വലിപ്പമുള്ള 4 ഗ്രാം തൂക്കമുള്ള ഒരു കറുത്ത മുന്തിരിയുടെ വലിപ്പമുള്ള ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു ചെറിയ അവയവമുണ്ട്. അത് രാത്രിയിൽ കിടക്കുമ്പോ പിന്നെ രാവിലെ ഒന്ന് ഓണാവാതിരുന്നാൽ മതി, പിന്നെ ഓർണ പള്ളിക്കാട്ടിലാണ്. അധിക സമയമൊന്നും വേണ്ട, ഇടിമുടങ്ങൊന്നും വേണ്ട. ഹൈപ്പോതലാമസ് എന്ന സാധനം അറിയില്ലേ? ഉറങ്ങി ഹൈപ്പോതലാമസ് 4 ഗ്രാം തൂക്കമുള്ള സാധനം, അതാണ് റിമോട്ട് കൺട്രോള്. അതാണ് റിമോട്ട്. ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പ്രേരിപ്പിക്കുന്ന, ഊഷ്മാവ് കൂടുമ്പോൾ ശരീരത്തെ ഡ്രൈ ആക്കുന്ന, വല്ലാതെ ഊഷ്മാവ് കൂടുമ്പോൾ വിയർപ്പുണ്ടാക്കുന്ന, കുറയുമ്പോൾ ശരീരത്തെ ഡ്രൈ ആക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ റിമോട്ട് കൺട്രോൾ അല്ലാഹു വെച്ചിരിക്കുന്നത് 4 ഗ്രാം തൂക്കം. ഒരു കറുത്ത മുന്തിരി, ബിരിയാണിയുടെ മുന്തിരിയില്ലേ, ആ സാധനം എടുത്ത് തിന്നു പോർക്കണം. പക്ഷേ എന്റെ റിമോട്ട് ഇത്രയുള്ളൂ, എന്റെ റിമോട്ട് ഇത്രയേ ഉള്ളൂ. അള്ള അള്ളാഹുവിനെ നശിപ്പിച്ചു കളഞ്ഞില്ലേ? ആരാ സമൂഹ ഗോത്രം? സമൂഹ ഗോത്രത്തെ കുറിച്ച് അള്ള പറയുന്നത്,
പാറ, കരിമ്പാറയില്ല, പാറ വിരൽ കൊണ്ട് തുറന്നവര്, എന്നിട്ട് അതിന്റെ ഉള്ളിൽ എന്തുണ്ടാക്കി? വീടുണ്ടാക്കി. എത്രയോ നാള് കൊണ്ട് കേൾക്കണ ചരിത്ര മനുഷ്യന്മാര്. അതെന്തിനാ അവര് പാറ തുറന്നിട്ട് വീടുണ്ടാക്കി? എന്തിനാ ഒന്ന് പറയും? പാറ തുറന്നിട്ടാണ് ഒരു വീടുണ്ടാക്കിയത്. ഇത് നമ്മളെ ചിന്തയാണ്, മരിക്കൂലാന്ന് ചിന്തിക്കും. ചരിത്രം കേട്ടാ പറയുന്നത് പിന്നാമ്പുറം പഠിക്ക്. സമൂഹ ഗോത്രം പാറ തുറന്നിട്ട് വീടുണ്ടാക്കിയ ആളുകളാണ്. അവിടെ ചിന്തിച്ചാൽ പോരല്ലോ, അവരെന്തിനാ പാറ തുറന്നതെന്ന് കൂടെ നോക്കട്ടെ. എന്തിനാ തുറന്നേ? ചിന്തിക്ക് മനുഷ്യന്മാരെ. അകക്കെന്തുറങ്ങുന്നു നോക്കിക്കേ മൂടാ, ഉത്സാരമോ താലുറങ്ങാമോ കേടാ, അകക്കുൾ തുറക്കുൾ അടയ്ക്കല്ലേ മാടാ, മൂടിട്ട ചെപ്പിൽ മുത്തുണ്ട് കേടാ. അകക്കൻ തുറന്നൊന്ന് നോക്കിക്കേ മൂടാ. എടാ മൂടാ, അകക്കെന്ന് തുറന്നിട്ടൊന്ന് തുറന്നൊന്ന് നോക്കി ചിന്തിക്ക്. ഉത്സാരമോത്താൽ ഉറങ്ങാമോ കേടാ. പഴയ മാപ്പിളപ്പാട്ട സുജായിയുടെ സഫലമാല. ഉത്സാരമോത്താൽ ഉറങ്ങാമോ കേടാ, പഴയ മാപ്പിളപ്പാട്ട. അല്ലാതെ ഇന്നത്തെ പ്രവാസികൾ കേൾക്കണ ആ മാപ്പിളപ്പാട്ടല്ല. ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ്, അതല്ല. അത് സുക്കൂനായ ഉള്ള കാത്ത് ചന്തത്തിന് കസനാണെങ്കിൽ പറയാൻ പറ്റും വെളിയിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വല്ലാത്ത സന്ദേശമാണ്. ഉത്സാരമോർത്താൽ ഉറങ്ങാമോ കേടാ. നിനക്ക് ഇതിന്റെയൊക്കെ അകറ്റാൻ പറഞ്ഞ, എടാ നിനക്ക് കിടന്ന ഉറക്കം വരുമോ? ശുചായി പഴയ മാപ്പിളപ്പാട്ട. എടാ ഇതൊക്കെ ഓർത്താൽ നിനക്ക് കിടന്ന ഉറക്കം വരുമോ? ഏതോർത്താൽ സമൂഹ ഗോത്രം പാറ തുറന്നിട്ട് വീടുണ്ടാക്കിയതിന് അവർക്ക് തൊട്ട് മുമ്പ് വന്ന ഗോത്രം ഏതാ? തമ്പുരാനെ. ആ സമൂഹത്തിന് മുമ്പ് വന്ന ഗോത്രം ഏതാ? അവരെ നശിപ്പിച്ചതിന് ശേഷമാണ് സമൂഹം വന്നത്. ചരിത്രം അങ്ങനെയാണ്. അതിന് മുമ്പ് വന്നേതാ? ആധാര. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد. ആദഗോത്രത്തിന്റെ അധികായന്മാരായ ശക്തന്മാരായ ജനങ്ങളല്ലേ താമസിച്ചിരുന്നത്. അള്ളാഹു പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കാതെ തെറ്റിന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചപ്പോ അള്ളാഹു എന്ത് ചെയ്തെന്നറിയോ? സഖറഹാലയും സബലയാലിനും വസമാനിയത അയ്യാം ഹുസൂമ ഫതറൽ ഖൗമ ഫീഹാ സറആ. രാത്രിയും 8 പകലും നീണ്ടു നിൽക്കുന്ന പേമാരി തിമിർത്തു പെയ്തപ്പോ, 7 രാത്രിയും 8 പകലും നീണ്ടു നിൽക്കുന്ന അനുസ്യൂതമായ മഴ പെയ്തപ്പോ, പേമാരി തിമിർത്തു പെയ്തപ്പോ ആ മഴയിൽ പെട്ടിട്ടാണ് ആദഗോത്രത്തെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞത്. പിന്നീടാണ് സമൂഹ വരിക. ആ സമൂഹകാര് പഴയ സമൂഹത്തിന്റെ കഥ എറിഞ്ഞു. 7 രാത്രിയും 8 പകലും നീണ്ടു നിന്ന മഴയിലാണ് അല്ലാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? അതിനെ നശിപ്പിച്ച അല്ലാഹ്, നമ്മുടെ നേതാവായ സാലിഹ് പറയുന്ന അള്ളയില്ലേ, ആ അള്ള നമുക്ക് മുമ്പ് വന്ന സമൂഹത്തെ സാലിഹ് നബി അവരോട് പറഞ്ഞു, സമൂഹത്തെ അഹങ്കരിക്കല്ലേ. അള്ളാഹു നിങ്ങൾക്ക് മുമ്പ് വന്ന ആദിനെ നശിപ്പിച്ചവരാ. അള്ളാഹ്ക്ക് സ്വർഗം വേണ്ടേ? അള്ളാഹ്ക്ക് സ്വർഗം വേണ്ടേ? അള്ളാഹുടെ സ്വർഗം വേണ്ടേ? ആദ് നശിച്ചതുപോലെ നിങ്ങൾ നശിക്കരുത്. ആ സമയത്താണ് സമൂഹകാര് പറഞ്ഞത്, സാലിഹിന്റെ അള്ളാഹ് നമ്മുടെ പൂർവികന്മാരായ പിതാക്കന്മാരെ നശിപ്പിച്ചത് മഴ പെയ്യിപ്പിച്ചിട്ടാണെങ്കിൽ അള്ളാഹ്ക്ക് മഴ പെയ്താലും നമ്മളെ നശിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ പാറക്കെട്ടിന്റെ ഉള്ളിൽ നമുക്ക് വീടുണ്ടാക്കി വെക്കാം. വലിയ പാറയുടെ ആവരണം ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ വീട് കയറ്റി വെച്ചിട്ട് അവര് പൊട്ടിച്ചിരിച്ചിട്ട് സാലിഹ് നബിയോട് പറഞ്ഞു, പത്ര സാലിഹേ, ഞങ്ങളുടെ പിതാവിനെ നശിപ്പിച്ച ആദിനെ നശിപ്പിച്ച നിന്റെ അള്ളാഹ്, അള്ളാഹിനെ വിളിക്കണ. ഞങ്ങളെ നിന്റെ അള്ളാഹ്ക്ക് നശിപ്പിക്കാൻ കഴിയില്ല. പാറക്കെട്ട്
പാറക്കെട്ടുകളാണ് ഞങ്ങളുടെ വീടിന്റെ മുകളിൽ നിൽക്കുന്നത്. അതിന്റെ താഴെയാണ് ഞങ്ങൾ വീട് വെച്ചത്. ചരിത്രം പഠിച്ചാ പോരാ. അതുകൊണ്ടാണ് സമസ്തയുടെ മദ്രസയിൽ മക്കളെ പറഞ്ഞു വിടണം. ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കണം. ആ ചരിത്രത്തിലൂടെ ജീവിതത്തെ നന്നാക്കാൻ കഴിയണം. സഹോദരങ്ങളെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ചരിത്രം മഹാനായ അധ്യാപകനാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. ഒരു അധ്യാപകനാണ് ചരിത്രം മറക്കരുത്. സാലിഹ് നബി പറഞ്ഞു, സമൂഹേ അഹങ്കരിക്കരുത്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം കിട്ടില്ലേ? മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം വേണ്ടേ? ആ സമയത്താണ് ചാടി എഴുന്നേറ്റ് നിന്നിട്ട് ഒരാൾ പറഞ്ഞത്, ജനങ്ങളെ, സാലിഹ് പറയുന്നത് എന്താ? മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗം തരാമെന്നല്ലേ? മരിച്ചു കഴിഞ്ഞ് സ്വർഗം കിട്ടിയിട്ട് കാര്യമെന്താ ഉള്ളത്? മരിച്ച് മണ്ണിന്റെ അടിയിൽ പോയിട്ട് സ്വർഗം കിട്ടിയിട്ട് കാര്യമെന്താ ഉള്ളത്? നിങ്ങൾ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യ്, നിങ്ങൾക്ക് ഭൂമിയിൽ ഞാൻ സ്വർഗം തരാമെന്ന് പറഞ്ഞ ആളല്ലേ ശദ്ദാദ്? നിങ്ങൾ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യ്, നിങ്ങൾക്ക് ഞാൻ ഈ ഭൂമിയിലെ സ്വർഗം തരാം. ചെറുപ്പക്കാരെ, ബഹ്റൈനിലെ സ്വർഗത്തിൽ നിങ്ങൾ ആസ്വദിക്കാൻ പോകരുത്. ഭൂമിയിലല്ല സ്വർഗമുള്ളത്, മരിച്ചു കഴിഞ്ഞിട്ടാണ് സ്വർഗമുള്ളത്. പക്ഷേ സഹോദരാ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികളെ, അല്ലാഹ് എന്ത് ചെയ്തെന്നറിയോ? മഴ പെയ്യിപ്പിച്ചിട്ട് മുമ്പുള്ളവരെ നശിപ്പിച്ചതുപോലെ ഞങ്ങളെ നശിപ്പിക്കാൻ അല്ലാഹ്ക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് പാറക്കെട്ട് വരന്നിട്ട് വീട് വെച്ചിട്ട് ഇനി എനിക്ക് അല്ലാഹുവിനെ പേടിയില്ലെന്ന് പറഞ്ഞ് കൊന്ന തെങ്ങിന്റെ വലിപ്പമുള്ള സമൂത് ഗോത്രമില്ലേ? അല്ലാഹ് ചെയ്തതെന്തെന്നറിയോ? അല്ലാഹു പറയുകയാണ്, സാലിഹ് നബി അവരോട് പറഞ്ഞു, എന്റെ അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം. വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്ക് വരാൻ പോവുകയാ. ഓ സമയത്ത് അവര് പറഞ്ഞില്ലേ, ഖാലൂ യാ സാലിഹു തുനാ ബിമാ തഇദുനാ ഇൻ കുന്ത മിനസ് സാദിഖീൻ. സാലിഹേ, ചുമ്മാ ഭീഷണിപ്പെടുത്താണ്. എപ്പോഴാ അദാബ് വരുന്നതെന്ന് പറ, എപ്പോഴാ ശിക്ഷ വരുന്നതെന്ന് പറ. ഞങ്ങൾ നശിക്കൂല. പാറക്കെട്ടിന്റെ ഉള്ളിലാ മഴ പെയ്താ ഞങ്ങളുടെ വീടിനൊന്നും സംഭവിക്കില്ല. സഹോദരങ്ങളെ, പടച്ചുറപ്പ് എന്ത് ചെയ്തെന്നറിയോ? പാതിരാ സമയത്ത് ആകാശത്തിൽ ഇടിനാദം മുടങ്ങി. ഒരിടിനാദം മുടങ്ങിയപ്പോ ആ ശബ്ദം താങ്ങാൻ കഴിയാതെ പാറക്കെട്ടിന്റെ ഉള്ളിലെ വീട്ടിലിരുന്നിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയി സമൂത് ഗോത്രം. ഒരൊറ്റ ഇടിവെട്ടി 160 ഹെർട്സിന് മുകളിലുള്ള ശബ്ദം ഒരാൾക്ക് താങ്ങാൻ പറ്റൂല. അതിന് മുകളിലോട്ട് ശബ്ദം പോയാൽ അപ്പ അറ്റാക്ക് വന്ന് വീഴും. ആ പാറക്കെട്ടിന്റെ ഉള്ളിൽ ആകാശത്തൊരു ഇടിവെട്ടി ഞങ്ങളെ അല്ലാഹ് നശിപ്പിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച സമൂത് ഗോത്രം പാറക്കെട്ടിന്റെ ഉള്ളിൽ ചത്ത ഈച്ചയെ പോലെ അവർ ഹൃദയസ്തംഭനം വന്ന് ചത്തുപോയി എന്ന് വിശുദ്ധ ഖുർആൻ. സമൂതിന്റെ ഗോത്രം നീ മറന്നുപോയടാ. എന്നിട്ടാണോ ഗൾഫിലെ പണം എന്റെ കയ്യിലുണ്ട്, കാതിട്ടാല് പച്ചകൊട്ട് എനിക്ക് കിട്ടും, ഞാൻ മരിക്കില്ല എന്ന് കരുതി നീ ഈ ഭൂമിയുടെ മുകളിൽ ഇങ്ങനെ 2 വരി കാണിച്ചിട്ട് തെറ്റിന്റെ വഴി ഇവിടെ അടക്കാം. എടാ നീ മണ്ടനല്ലേ എന്ന് വിശുദ്ധ ഖുർആൻ. ഇതാണ് ഭൂമി, ഇതാണ് ഭൂമി. ഒത്തിരി പേര് ചത്തിട്ടുണ്ട്. ഒത്തിരി പേര് ഇതിനേക്കാൾ വെല്ലുവിളിച്ചവരെവിടെ? അവരൊക്കെ ചത്തുപോയി. എവിടെയാണ് മൂസാ നിന്റെ അല്ലാഹ് എന്ന് ചോദിച്ചു ഫിറഔൻ. ആ സമയത്ത് മൂസാ നബി പറഞ്ഞു, അല്ലദീ യുനസ്സിലുൽ ഗൈസ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവനാണ് എന്റെ അല്ലാഹ്. അപ്പൊ പൊട്ടിത്തിരിച്ചിട്ട് ഫിറഔൻ പറഞ്ഞു, മൂസ, എന്നാലും നിന്റെ അല്ലാഹ്ക്ക് മേലെ ഞാനാ. നിന്റെ അല്ലാഹ്ക്ക് മഴ വർഷിപ്പിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? ആനല്ലദീ ഭൂമി സദാ. എന്താ ഭൂമി? ഫിറഔൻ പറഞ്ഞു, മൂസ, നിന്റെ അല്ലാഹിനേക്കാൾ വലിയ ആളാരാ ഞാൻ. നിന്റെ അല്ലാഹ്ക്ക് മഴ വർഷിപ്പിക്കണമെങ്കിൽ മഴ പെയ്ത് വീഴാൻ ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? നമ്മുടെ ചിന്ത എന്നാ മനുഷ്യന്മാരെ, ഇതല്ലേ എന്റെ അല്ലേ, ഇതല്ലേ എന്റെ അല്ലേ? അങ്ങനെ പറഞ്ഞ ആളാ ഫിറഔൻ. മൂസ, ഈ ഫിറഔന് ഭ്രാന്താന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അയാൾക്ക് വട്ടൊന്നുമില്ല, അയാൾക്ക് അഹങ്കാരം വരും. അല്ലാഹു അതിൽ നിന്ന് കാക്കട്ടെ. സമയമായോ? ഒരിടത്തും എത്തിയില്ല. ഒന്ന് തീർക്കാം. അല്ലാഹു തൗഫീഖ് നൽകി. വിട്ടുപോയി. ഇങ്ങോട്ട് നോക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ചത്തുപോയി. ആ ഫിറഔൻ ചത്തു, ചെങ്കടലിൽ മുങ്ങിയപ്പോ. ആ ഫിറഔൻ ചത്തു, ചെങ്കടലിൽ മുങ്ങിയപ്പോ അവസാനം ചെങ്കടലിന്റെ ഉപ്പുവെള്ളം വന്ന് അണ്ണാക്കിലേക്ക് തൊട്ടപ്പോ ഈ ഫിറഔനും പറഞ്ഞു പോയില്ലേ, അല്ലാഹുവേ, ആമന്തു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ.
ബനൂ ഇസ്രായേൽ വിശ്വസിച്ച അല്ലാഹനെ ഞാനും വിശ്വസിക്കുകയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹനെ പറഞ്ഞിട്ട് ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലും ഒരു ദിവസം നിനക്ക് ഓർമ്മയുണ്ടാകും. നീ മരിക്കേണ്ടവനല്ലേ? നീ ആരാ? നാളെ നീ മരിക്കേണ്ടവനല്ലേ? പൊട്ടാനി മുന്തുള്ളി പിഞ്ചോരക്കട്ട, പിന്നീന്ന് കാട്ടും ചുമന്നോരു കൊട്ട, റൂഹൊന്ന് വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറനിന്തുടൽ കണ്ട് ബഹുമാനം പൊട്ട. പൊട്ടാനി മുന്തുള്ളി പിഞ്ചോരക്കട്ട, പിന്നീന്ന് കാട്ടും ചുമന്നോരു കൊട്ട. അള്ളാഹ് ചോദിക്കട, നെഞ്ചു പിരിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോ നീ ആരാടാ മോനെ? നാളെ മരിക്കേണ്ടവനല്ലേ? അല്ലേ? നാളെ മരിക്കേണ്ടവനല്ലേ? നാളെ മരിക്കേണ്ടവനല്ലേ? എടാ നീ ആരാ? നെഞ്ചു പിരിച്ചെടുക്കുമ്പോ നീ ആരാടാ മോനെ? നിങ്ങളെ അല്ലാട്ടാ, 2 ദിവസം കൊണ്ട് എനിക്കവിടെ നിൽക്കണം. നിങ്ങളെ അല്ല. ശുചായി ചോദിച്ച വാക്യാ പറഞ്ഞു. എടാ പൊട്ടാന്നാ വിളിക്കുന്നത്. എടാ പൊട്ട. അത് പഴയ ഭാഷ. പൊട്ടാന്നല്ല, പിന്നെന്താ? പാ പറയും. ചില ആളുകൾ പാ പറയും. ലക്ഷദ്വീപിൽ പാ പറയില്ല, പായ പറയും. ഞാൻ ലക്ഷദ്വീപ് അതിൽ പോയി. ഒരു കുട്ടി വരിക. ഞാൻ ചോദിച്ചു, മോനെ അവിടെ പോയി സ്കൂളിൽ പോയി ഭക്ഷണം കഴിച്ചു. എന്താ ഭക്ഷണത്തിന് കറി? അപ്പം കൊണ്ട് ഫയറൂർ പുഴുങ്ങിയത്. ഫയറ് പുഴുങ്ങിയത്. അവിടെ പായ പറയും, പാ പറയില്ല. ഫയറ് പുഴുങ്ങിയെന്ന് പറയുന്നത്. എടാ പൊട്ട, നീ ആരാ? അള്ളാഹ് പറയുന്നു, ശുചായി പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോരെ കട്ട. എടാ മോനെ, അള്ളാഹു നിന്നെ സൃഷ്ടിച്ചത് അത്ര നല്ല സാധനത്തിനൊന്നുമല്ല. ആര് കണ്ടാലും തൊടാനറയ്ക്കുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിൽ അള്ളാഹു നിന്നെ സൃഷ്ടിച്ചത്. നിന്നെ സൃഷ്ടിച്ച അത്ര വലിയ കാര്യത്തിൽ നിന്നൊന്നുമല്ല. ഇപ്പൊ നീ ഇങ്ങനെ നെഞ്ചു വിളിച്ചെടുക്കുമ്പോ ഇപ്പൊ നീ ആരാ? പിന്നീന്ന് കാഷ്ടം ചുമന്നൊരു കൊട്ട, ഇത്രയും വലിയ കമ്മീസ് ഷാളൊക്കെ എന്റെ കാര്യം പറയണേ ഇട്ടിട്ട് വലിയ പേരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കും. ഇതിന്റെ ഉള്ളിൽ നീ ആരാ? നീ വെറും ഒരുമാതിരി. നീ ആരാ? കുറെ കാഷ്ടം ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റ് കഴിക്കുക, കാന പീന സോന ഹഗ്ന. അതിനപ്പുറത്തേക്ക് ഇപ്പൊ നീ ആരാ? ഇത്ര വലിയ ഭക്ഷണമൊക്കെ ഇത്രയൊക്കെ വസ്ത്രം ഇട്ടിട്ട് നടന്നാലും ഇതിന്റെ ഉള്ളിൽ നീ ആരാ? ഒരു ഓർക്കുക. അവസാനിപ്പോരായ ഇന്ന് ഓർക്കുക. നാളെ എല്ലാവർക്കും ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ട പറഞ്ഞ അവസാനിപ്പിക്കുക. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വീണ്ടും ചോദിക്കുന്നു, റൂഹൊന്ന് വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറനിന്റുടൽ കണ്ട് ബഹുമാനം പൊട്ട. മോനെ, നിന്റെ ശരീരത്തിന്റെ റൂഹെന്ന് പറഞ്ഞു പോയാൽ, ഈ ശരീരത്തിലെ ആത്മാവ് കൂട്ടിൽ നിന്ന് പറഞ്ഞു പോയാൽ, പിന്നെ വീടിന്റെ ഉമ്മറപ്പടിയിൽ മരത്തിൽ കിടത്തിയിട്ട് വെള്ള തുണിയിൽ പൊതിഞ്ഞു വെച്ച വെറുമൊരു മയ്യത്തല്ല നീ. പറനിന്റുടൽ കണ്ട് ബഹുമാനം പൊട്ട. നിന്റെ ശരീരത്തിന് പിന്നെന്ത് ബഹുമാനമാണുള്ളത്? ആരാണ് നിന്നെ ബഹുമാനിക്കുന്നത്? ഈ ബഹുമാനിച്ചവരെല്ലാം നാളെ നിന്നെ മണ്ണിന്റെ അടിയിൽ കുടിച്ചിടാൻ വേണ്ടി ധൃതി കാണിക്കില്ലേ? ബഹുമാനപ്പെട്ട ശുചായി ചോദിക്കുകയാണ്, ഈ റൂഹെന്ന് പോയി കഴിഞ്ഞ പിന്നെ നീ ആരാണ് മോനെ? ഇന്ന് ബഹ്റൈൻ വിമാനത്താവളത്തിൽ ഞാൻ വന്നിറങ്ങുമ്പോ ഈ സമസ്ത കേരള, ഈ സമസ്ത സുന്നീന മാറ്റത്തിന്റെ എത്രയോ പ്രവർത്തകരെന്നെ കാത്തു. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ കാത്തു നിന്നവര് തന്നെ നാളെ ജീവിതത്തിൽ എന്റെ ശരീരത്തിൽ നീ റൂഹെന്ന് വിട പറഞ്ഞു പോയാൽ, കഴിഞ്ഞ ഫെബ്രുവരി 14 ഞാൻ ഇവിടെ വരേണ്ടതാണ്. പിന്നീട് പല പ്രാവശ്യം ഡേറ്റ് കൊടുത്തിട്ട് ഡേറ്റ് മാറ്റി കൊടുത്തു. കാരണം എന്താ? അഹമ്മദ് കബീർ ബാക്കവിക്ക് വല്ലാത്ത തിരക്കാണ്. സ്വാഗത പ്രഭാഷകൻ പറഞ്ഞല്ലോ, ഒടുക്കത്തെ തിരക്കാണ്. എന്താ തിരക്കെന്നറിയോ? അഹമ്മദ് കബീറിന്റെ നാവിനിപ്പം വല്ലാത്ത മിടുക്കുണ്ട്. അതുകൊണ്ടാണ് അഹമ്മദ് കബീറിന് ഇപ്പോഴും വല്ലാത്ത തിരക്കുള്ളത്. ഈ നാവിന്റെ മിടുക്ക് അവസാനിക്കും. ഈ നാവിലെ വെള്ളം പറ്റിയിട്ട് 3 വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഞാൻ കിടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും എന്റെ മയ്യത്തിൽ കിടന്ന് കെട്ടിപ്പിടിക്കുമ്പോ, ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോ 2 കവിളിൽ മാറി മുത്തം തന്നെ എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന് ചോദിച്ച് കാത്തിരിക്കുന്ന എന്റെ മക്കളുടെ മുമ്പിലേക്ക് 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്താണ് കൊണ്ടുപോയി കൊടുക്കുന്നതെങ്കിൽ, കാത്തിരിക്കുന്ന പിതാവിന്റെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ പൊന്നുമക്കൾ കിടന്ന് പൊട്ടിക്കരയുമ്പോ, അരുവക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതെന്ന് നീ കിടക്കുന്നേ, മുഖത്തിട്ട മുണ്ടും ചിലര് വന്നുയർത്തുന്നേ, കൈകെട്ടി മിണ്ടാണെന്ന് നീ കിടക്കുന്നേ,
എന്തേ ചെറുപ്പക്കാരാ മനസ്സിലെ ബോധമില്ല? എന്റെ മക്കൾ വന്നെന്നെ വിളിക്കുന്നുണ്ട്, ഉപ്പാന്ന് വിളിക്കുമ്പോ ഫനാദാക്കൽ ഹജീബ് ഫനാദാക്കൽ ഹബീബ് ഫലം തുജിബു വഖുർബുക ബിദുനിയാ സരീഉൽ ഇജാബതി. ദുനിയാവിൽ നിന്റെ മക്കൾ വിളിച്ച എത്രയും പെട്ടെന്ന് നീ മറുപടി കൊടുക്കുന്നവനല്ലേ? പ്രവാസികളെ, ഞാൻ പറഞ്ഞപ്പോ പലരുടെയും മൊബൈൽ ഇന്ന് സൈലന്റ് ആണ്, പലരുടെയും മൊബൈൽ ഓഫാണ്. വളരെ കഴിഞ്ഞാലുടനെ പെട്ടെന്ന് നോക്കുന്ന ആദ്യത്തെ സംഭവം വേടാ, മൊബൈൽ തുറന്നിട്ട് നോക്കും. ഞാനും എന്റെ മൊബൈൽ ഫോൺ തുറന്നിട്ട് നോക്കും, വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടോ, മക്കൾ വിളിച്ചിട്ടുണ്ടോ? സാധാരണ വിളിക്കുന്ന സമയമല്ലേ, കണ്ടാലും 3 മിസ് കോൾ ഉണ്ട്, നേരെ തിരിച്ചു വിളിക്കും. പൊന്നുമക്കളെ, വിളിച്ചതെന്തിനാ? ഇതാണ് സരീഉൽ ഇജാബത്ത്. നമ്മുടെ മക്കളെ വിളിച്ച, ഭാര്യ വിളിച്ച, ഉമ്മ വിളിച്ച, സഹോദരങ്ങളെ വിളിച്ച എത്രയും പെട്ടെന്ന് നമ്മൾ മറുപടി കൊടുക്കുന്ന നമ്മ്. എന്റെ മയ്യത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ പൊന്നുമക്കളെ നിലവിളിക്കുന്നുണ്ട്. പക്ഷേ മക്കളോട് എനിക്ക് പറയാൻ കഴിയേണ്ട, മക്കളെ കരയണ്ടടാ, നിങ്ങളുടെ ഉപ്പാക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയല്ലേ നിങ്ങളുടെ ഉപ്പയ്ക്ക് സ്വർഗമുള്ളത്, ഇനിയല്ലേ നിങ്ങളുടെ ഉപ്പയ്ക്ക് റൂഹുള്ളത്, ഇനിയല്ലേ നിങ്ങളുടെ ഉപ്പയ്ക്ക് റൈഹാനുള്ളത്. എന്റെ മയ്യത്ത് കെട്ടിൽ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ആ സമയത്തിന്റെ ഭാര്യ മക്കൾ പിന്നിൽ നിന്ന് പൊട്ടിക്കരയുമ്പോ ആ മക്കളോട് എനിക്ക് പറയാൻ കഴിയേണ്ട, മക്കളെ ഹസിറുമേ ഫിറുമിലേ ഗേ മേരേ ദോസ്തോ ബസ് ഗയി യേ മഖാം ആഖരി ഹസിറുമേ ഫിറുമിലേംഗേ. പൊന്നു മക്കളെ, ഉപ്പ പോവുകയാണ്, ഉമ്മ പോവുകയാണ്, മക്കളെ ഞാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മറന്നുവെന്ന് എനിക്കറിയില്ല. പകരനല്ലേ കുറെ മാസങ്ങൾക്ക് മുമ്പ് വല്ലാത്ത തണുപ്പ് വരുമ്പോ പാതിരാ സമയത്ത് ഡ്യൂട്ടിയും കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് തണുപ്പ് മാറ്റാൻ വിറക് കൊള്ളിക്ക് തീ കൊടുത്തിട്ട് കിടന്നതാണ്. രാവിലെ എഴുന്നേക്കുമ്പോ വിറക് കൊള്ളികളെ പോലെ കത്തിക്കരിഞ്ഞ് ചാമ്പലായില്ലേ? ഭാര്യയേറെ സ്നേഹിച്ച, മക്കളേറെ സ്നേഹിച്ച ഭർത്താവല്ലയോ, ഉമ്മയുടെ പൊന്നുമോനല്ലയോ? രാവിലെ കഥക് തുറന്ന് നോക്കുമ്പോ വിറക് കൊള്ളിയുടെ എണ്ണം കൂടി 2 പാവങ്ങളാണ്. ആ വിറക് കൊള്ളി തണുപ്പ് മാറ്റാ കൂട്ടിവെച്ച വിറകൊള്ളിയുടെ ഇളിയിൽ കത്തിക്കരിഞ്ഞ് വിറക് കെട്ടകളെ പോലെ ആയി മാറിയത്. സഹോദരങ്ങളെ, ഇവിടെ നിന്ന് മൃതദേഹം, ഇവിടുത്തെ പ്രവർത്തകര്, KMCC-യുടെ പ്രവർത്തകര്, ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകര് മൃതദേഹം ഫ്ലൈറ്റിലെത്തിച്ച് നാട്ടിലെത്തുമ്പോ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഉപ്പാനെ കാത്തിരിക്കുന്ന മക്കളുടെ മുമ്പില് മുഖത്തിട്ട മുണ്ടും ചിലര് വന്നുയർത്തുന്നേ, കൈകെട്ടി മിണ്ടാതെന്ന് നീ കിടക്കുന്നേ. മുത്തം കൊടുത്ത, യാത്ര പറഞ്ഞപ്പോ മുത്തം കൊടുത്ത ഉപ്പാന്റെ കവിള് കരിഞ്ഞ് തർപ്പണമാകുമ്പോ എവിടെയാണ് മുത്തം കൊടുത്ത കവിളറിയാതെ മക്കള് കരയുമ്പോ എന്തേ സഹോദരങ്ങളെ ചിന്തിക്കുന്നില്ല? നാളെ മരണം വരുമെന്ന് ഓർക്കണ്ടേ? അള്ളാന്റെ റസൂലിന്റെ അടുക്കല്. അതുകൊണ്ട് ഈ ഭൂമിയിലാണ് ജീവിക്കേണ്ടത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, നന്നാവണമെന്ന് ആഗ്രഹമുണ്ട് നബിയെ, പക്ഷേ കഴിയുന്നില്ല നബിയെ. നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, ഇനി മദ്യപിക്കരുതെന്ന് ആഗ്രഹമുണ്ട്, ഇനി വ്യഭിചരിക്കരുതെന്ന് ആഗ്രഹമുണ്ട്, ഇനി പലിശ മേടിക്കരുതെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വകല് കേൾക്കുമ്പോ ആഗ്രഹമുണ്ട്. പിന്നീട് വീട്ടിലെത്തുമ്പോ മാറി നബിയെ, നന്നാവാനൊരു മന്ത്രം പറഞ്ഞതാ നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മന്ത്രം ഇന്നത്തെ സദസ്സിൽ പറഞ്ഞിട്ട് പിരിയുകയാണ്. റസൂലുള്ള ഒരു മനുഷ്യന്റെ മനസ്സ് നന്നാവാൻ, അവന്റെ ഹൃദയം നന്നാവാൻ, വനഫ്സിൻ വമാ സവ്വാഹാ, നിന്റെ ഹൃദയം നന്നാവണം, ഒരൊറ്റ മരുന്നേ ഉള്ളൂ. ചെയ്യുന്നതെല്ലാം പരലോകത്തിന് വേണ്ടി ചെയ്യേ. നാളെ നീ മരിക്കുമെന്ന് ഉറപ്പിക്ക്. നാളെ ഞാൻ മരിക്കും, ഇതെന്റെ അവസാനത്തെ വേളാണ്. നാളെ രാവിലെ ഞാൻ ഉണ്ടാവില്ലെന്ന് കരുത്. ഇന്നത്തെ ദിവസം ജീവിതത്തിന് മാറ്റമുണ്ടാവും. നാളെ ആരുണ്ട്? ആസിഫ് അലി സർദാരി പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആകുമെന്ന് ആരാണ് കരുതിയത്? ബേനസീർ മരിച്ചത് കൊണ്ടല്ലേ. ആരാ ബേനസീർ? പാകിസ്ഥാന് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോ 10 ദിവസം കഴിഞ്ഞാൽ പാകിസ്ഥാന് പ്രസിഡന്റ് പദം ഈ പെണ്ണിന്റെ കയ്യിലാണെന്ന് പത്രങ്ങൾ എഴുതിയതല്ലേ. ആരാ ബേനസീർ? ദ ബ്യൂട്ടി ഓഫ് ഈസ്റ്റ്, കിഴക്കിന്റെ സുന്ദരി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആരാ ബേനസീർ? ദ ബ്യൂട്ടി ഓഫ് ഈസ്റ്റ്, കിഴക്കിന്റെ സുന്ദരി. ഡയാന കഴിഞ്ഞാൽ
മാധ്യമങ്ങൾ ഇത്രയും പാടിപ്പുകച്ച സൗന്ദര്യമുള്ള ഒരു പെണ്ണധികാരത്തിലിരുന്നിട്ടില്ല. കിഴക്കിന്റെ സുന്ദരിയല്ലേ, 10 ദിവസം കഴിഞ്ഞാൽ പ്രസിഡന്റ് ആവേണ്ടതല്ലേ. 6:45 രാവൽപിണ്ടിയിലെ പൊതുതെരഞ്ഞെടുപ്പ് യോഗത്തിൽ തേനതീരെ ചിതറിത്തെറിക്കുമ്പോ 6:45 6:42 മരിക്കുന്നതിന് 3 മിനിറ്റ് മുമ്പ് ബുള്ളറ്റ് പ്രൂഫ് കാറില്, മരണം കടന്നു വരാത്ത കാറില്, അസ്രായേൽ വരാത്ത കാറില്, ബുള്ളറ്റ് പ്രൂഫ് കാറില് മലയാളത്തിന്റെ സാഹിത്യകാരൻ എന്തി പറഞ്ഞതുപോലെ രംഗബോധമില്ലാത്ത കോമാളി മരണം. ആ മരണം കടന്നു വരാത്ത ബുള്ളറ്റ് പ്രൂഫ് കാറിലിരുന്നിട്ട് മരിക്കുന്നതിന് 3 മിനിറ്റ് മുമ്പ് പ്രൈവറ്റ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് ബ്യൂട്ടി കിറ്റ് വാങ്ങിച്ച് ചുണ്ടിലെ ലിപ്സ്റ്റിക് തേക്കുന്ന ബേനസീറിന്റെ ചിത്രം BBC അതേപടി ലൈവായിട്ട് കാണിച്ചതാ. മരിക്കുന്നതിന് 3 മിനിറ്റ് മുമ്പ് ലിപ്സ്റ്റിക് എടുത്ത് ചുണ്ടിൽ തേക്കുന്ന ബേനസീർ അറിഞ്ഞില്ലല്ലോ 3 മിനിറ്റ് കഴിഞ്ഞാൽ 60 കഷണമായിട്ട് എന്റെ ശരീരം ചിതറിത്തെറിക്കുമെന്ന്. 6:45 ഏഷ്യൻ രാജ്യങ്ങളിൽ മഗ്‌രിബിന്റെ വാങ്ങ് മുടങ്ങി. അന്നത്തെ മഗ്‌രിബ് അവൾ നിസ്കരിച്ചോന്നറിയില്ല. 65 കഷണങ്ങളായി ചിതറിത്തെറിക്കുമ്പോ സഹോദരങ്ങളെ പല സ്വപ്നങ്ങളുമായിട്ട് ഉറങ്ങാൻ പോവുകയാ. രാവിലെ എഴുന്നേക്കുമെന്നറിയില്ലല്ലോ. നമ്മൾ കരിന്തിരികൾ, നമ്മൾ കരിയിലകൾ, നമ്മിലെ നമ്മൾക്ക് ദാഹമില്ല. തൊണ്ട വരടുന്നുണ്ടെങ്കിൽ നനയ്ക്കണ്ട, നാവിന്ന് നാരായ മുനകളല്ല. പലരെയും നോവിച്ച നാവ്, പലരെയും ആക്രമിച്ച നാവ്, ചിലരെയും ആക്രമിച്ച നാവ്, ആ നാവ് നനയ്ക്കാൻ കഴിയാതെ തൊണ്ടക്കുടിയിലല്ലേ. സഹോദരങ്ങളെ, കരിന്തിരി പോലെ കത്തിയമരുമ്പോ, കരിയില പോലെ പാറിപ്പറക്കുമ്പോ അതിനു മുമ്പേ ജീവിക്കുക, ചെയ്യുന്നതെല്ലാം നന്മയാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ കാര്യം പറഞ്ഞ് സലാത്ത് ചൊല്ലി ഈ ദുആയുടെ സദസ്സ് പിരിയുകയാണ്. അതിനു മുമ്പ് സംഘാടകരോട് പരമാവധി സഹകരിക്കുക. ഒരു ബക്കറ്റുമായിട്ട് അവർ മുമ്പിലേക്ക് വരും. നാളത്തേക്ക് വേണ്ടി നാളെ രാവിലെ ഞാൻ ഉണ്ടാവില്ല, ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ സദഖയാണ് എന്ന് കരുതി ചെയ്യുക. സഹോദരങ്ങളെ, നന്നായി മരിക്കാൻ നമ്മുടെ ഭാര്യയും മക്കളും കരയുമ്പോ ഉച്ചനഹനാക്കെ പകലേ ദിയേ കബൻ റോ ചുക്കി ഹൈ സബ് മിൽകർ മാ ബാപ് ഭായി ബഹൻ. സാധാരണ ഞാൻ മരിച്ചിട്ടാണ്, ഞാൻ കുളിച്ചിട്ടാണ് വസ്ത്രം മാറ്റുന്നത്. ഇന്ന് കുളിക്കുന്നതിന് മുമ്പേ അവരെന്റെ വസ്ത്രം മാറ്റിക്കളഞ്ഞു. അവരെന്റെ വസ്ത്രം മാറ്റി. എന്റെ ഭാര്യ മക്കളും എന്നെ കരയുകയാണ്. ആളുകൾ വന്ന് മുഖത്തിട്ട് മുണ്ട് മാറ്റുമ്പോ മരിക്കുന്ന സമയത്ത് പുഞ്ചിരിയോടെ മരിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് നാളെ 8:30 വീണ്ടും നമ്മൾ തുടങ്ങും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റേക്ക്. ഇൻഷാ അല്ലാഹ് ഈ സംഘാടകർ എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. നമ്മുടെ സദസ്സ് അൽഹംദുലില്ലാഹ് ഏറ്റവും നല്ല കബൂലിയത്തിന്റെ സദസ്സാണ്. ഈ വരുന്ന എല്ലാവരും സലാത്തിനും ഇത്രയും നേരം എല്ലാവരും ഒരാൾ പോലും ഒഴിവാക്കരുത്. അവരുടെ മുറാദുകൾ മനസ്സിൽ വെച്ച് അൽഹംദുലില്ലാഹ് സദഖകൾ ഈ സദസ്സിന് നൽകുക. നാളെ ഇൻഷാ അല്ലാഹ് കൃത്യം ഇതിന്റെ ബാക്കി. ഇപ്പൊ മരണം വരെ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം, നാളെ മരിക്കുമെന്നുള്ള ചിന്തയോടെ ജീവിക്കണം. ഇനി മരിച്ചത് മുതലുള്ള നാളെ പരലോകം അഹിസർ എവിടെയാണ്, എങ്ങനെയാണ് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. اللهم صل على محمد أعداد رمل ترى وسلم صلى الله مالي حبيب سوى محمد يوم العوان به تقسم صلى الله بين الضلال جنا محمد بدر لنور الهدى متمم صلى الله എല്ലാവരും സലാത്തോടുകൂടി സദഖകൾ കാര്യമായി കൊടുക്കുക. അല്ലാഹു ആഗ്രഹങ്ങൾ സ്വീകരിപ്പിച്ചു നൽകുമാറാകട്ടെ. ജദാടിയൽ ഹുദാ മുഹമ്മദ് തറക സ്വലാത വലം യുസിയം സല്ലല്ലാഹു ميلاد سيدنا
محمد أم القرى بلد معظم صلى الله أعمار سيدنا محمد ستون في أم معظم صلى الله അള്ളാഹു നമ്മുടെ സ്വലാത്തിനെ സ്വീകരിക്കുമാറാകട്ടെ. നാളെ 8:30 മണിക്ക് തുടങ്ങി ഇൻഷാ അല്ലാഹ് 10:30 അവസാനിക്കും. എല്ലാവർക്കും ജോലിക്കൊക്കെ പോകേണ്ടതുള്ളത് കൊണ്ട് പരമാവധി നേരത്തെ എത്തുക. ഈ വിഷയത്തിന്റെ ബാക്കി ഭാഗം അതോടൊപ്പം വരുന്ന ഏപ്രിൽ 20, 21 തീയതികളിൽ എന്റെ ഖുർആൻ വാർഷിക പ്രഭാഷണം ആലുവയിൽ വെച്ച് നടക്കുന്നത് ഈസാ നബിയുടെ 2ാം വരവ് എന്ന വിഷയം. 21-ാം തീയതി ഇൻഷാ അല്ലാഹ് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കും. റസൂൽ പ്രഭാഷണം പെരിന്തൽമണ്ണ സ്റ്റേഡിയം ഗ്രൗണ്ടിലാണ് നടന്നത്. ഹബീബിന്റെ നാട്ടിലാണ്. 1.25 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു. 10 ലക്ഷം സലാത്ത് വലിയ ദുആ ചെയ്തു. ധാരാളം ആളുകളുടെ മുറാദുകൾ ഹാസിലായി. ഏപ്രിൽ 21-ാം തീയതി ഇൻഷാ അല്ലാഹ് 1 ലക്ഷം യാസീൻ ഓതി ദുആ ഉണ്ടാവും. നമ്മൾ ആയുസിൽ 1 ലക്ഷം യാസീൻ ഓതാൻ പറ്റും. ലക്ഷക്കണക്കിന് ആളുകൾ ഇൻഷാ അല്ലാഹ് പരമാവധി നാട്ടിലുള്ളവരൊക്കെ പങ്കെടുക്കുക. നാളെ വരുമ്പോൾ നല്ല സദഖകളുമായിട്ട് ഒരു അല്ലാഹു സ്വീകരിക്കുമാറാണ്. أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قد يا بدر السرور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم أنت شمس أنت بدر أنت نور فوق نوري أنت إثير وغالي أنت مصباح الصدور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم وأتاك العود يبكي وتذلل بين يديك واستجارك يا حبيبي إنك الذي النفور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ എല്ലാവരും ജോലിയൊക്കെ ഉണ്ടാവും. എന്നാലും ഇതിന്റെ ബാക്കി കേട്ട് ഇൻഷാ അല്ലാഹ് നാളെയാണ് പരലോകവും. ഭൂമിയിലൊക്കെയാണോ ആകാശത്തൊക്കെയാണോ എന്നൊക്കെ നമുക്ക് സംശയം. ഈ ലോകൽ ഖുർആനെ വിളിച്ചത് പഠിക്കാത്ത കുറെ കാര്യങ്ങൾക്ക് നമുക്ക് ഓർത്തെടുക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും 8:30 എന്ന പരമാവധി തന്നെ നേരത്തെ അവസാനിപ്പിക്കാൻ കഴിയും. ഒരേ സഹോദരൻ ഇൻഷാ അല്ലാഹ് നാളെ വരുമ്പോൾ ഇതേപോലെ ദുആ ചെയ്യേണ്ട ആളുകളൊക്കെ ഒന്ന് എഴുതി തന്നാൽ ദുആ ചെയ്യാം. ഭാര്യ സീനത്തെ 2 പേർക്കും തകരാറായി 6 മാസമായി ഡയാലിസിസ് ചെയ്ത് കിടക്കുകയാണ്. വ്യക്തി മാറ്റിവെക്കാനുള്ള ശ്രമത്തിലാണ്. ദുആ ചെയ്യാൻ വേണ്ടി ഭർത്താവ് ഒരു കഫ്തീരിയ തൊഴിലാളിയാണ്. അഷ്റഫ് വില്യാപ്പള്ളി സമസ്തയുടെ മുഷാവറ മെമ്പർ വില്യാപ്പള്ളി ഇബ്രാഹിം അതിന്റെ ചെറുമരുമകൾ കൂടിയാണ്. അള്ളാഹു പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. റഹ്മത്തുള്ളാഹി അല്ലാഹുവേ പരമദയാലുവായ തമ്പുരാനേ, അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. പാപിജീവിതം പാപരഹിതമാക്കണേ തമ്പുരാനേ. പൈശാചിക ദുർബോധനത്തിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി ആ പാപങ്ങളുടെ പേരിൽ നാളെ പരലോകത്തെ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ വരുത്തല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ വിശാലമാക്കണേ അല്ലാഹുവേ. ആരുടെ മണ്ണിന്റെ ഉള്ളിൽ കഴിയുന്ന എത്രയെത്രയോ ആളുകളുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ സഹായിച്ചവരും സഹകരിച്ചവരും ഞങ്ങളേറെ കടമപ്പെട്ടവരൊക്കെ കബറിന്റെ ഉള്ളിലുണ്ട്. അവരെ കബറിന്റെ അവസ്ഥ നീ നന്നാക്കി കൊടുക്കണേ തമ്പുരാനെ, നന്നാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നീ ശിവ നൽകണേ അല്ലാഹ്. 2 വൃക്കയും തകരാറിലായി 6 മാസമായി ഡയാലിസിസ് ചെയ്ത് വൃക്ക മാറ്റിവെക്കാനുള്ള ശ്രമത്തിൽ ഒരു സഹോദരി
32 വയസ്സുള്ള സീനത്ത് എന്ന സഹോദരി, അല്ലാഹുവേ നീ പൂർണ്ണ ശിവ നൽകണേ അല്ലാ, നീ പൂർണ്ണ ശിവ നൽകണേ അല്ലാ, നീ പൂർണ്ണ ശിവ നൽകണേ അല്ലാ. മാരകമായ വൃക്കരോഗം ബാധിച്ച ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നീ അതെല്ലാം ശിവയാക്കണേ തമ്പുരാനെ. ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ലാ. മരിക്കുന്നത് വരെ ഞങ്ങളിൽ ആർക്കും നീ അങ്ങനെ ഒരു രോഗം വരുത്തല്ലേ തമ്പുരാനെ. നീ തന്ന ആരോഗ്യം ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ അല്ലാ. പടച്ചവനെ നിലനിർത്തി തരണേ തമ്പുരാനെ. അധ്വാനിച്ച് ജീവിക്കാനുള്ള ആരോഗ്യം നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാ. മരിക്കുന്നത് വരെ അല്ലാഹുവേ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നൊരവസ്ഥയിൽ ഞങ്ങളെ എത്തിക്കല്ലേ റബ്ബേ, എത്തിക്കല്ലേ തമ്പുരാനെ. അവയവങ്ങൾ തകർന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലാ. അപകട മരണത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ആക്സിഡന്റിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ അങ്ങനെ നാടും വീടും വിട്ട് ഈ പ്രവാസ മണ്ണിൽ ചുട്ടുകൊള്ളുന്ന മണരാളിന്റെ ജീവിതത്തിന് രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന പ്രവാസികൾ, അല്ലാഹുവേ രാവിലെ മുതൽ ഇതേപോലെ ജോലിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഈ പാതിരാ സമയത്ത് കരളുരുകുന്നെങ്കിലും കൈവെത്തി ദുആ ചെയ്യുന്നു റബ്ബേ. ഈ പാവങ്ങളുടെ നീ കാത്തോളണേ അല്ലാ. ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. സ്ഥിരത നൽകണേ തമ്പുരാനെ. ജോലിയില്ലാതെ അറിയുന്ന ധാരാളം പ്രവാസികളുണ്ട്. നീ അർഹമായ വരുമാനത്തിന്റെ ജോലി നൽകണേ അല്ലാ. പടച്ചവനെ രോഗബാധിതരുണ്ട്, നീ ശിവ നൽകണേ അല്ലാ. ഡയബറ്റീസ് പേഷ്യൻസുകളുണ്ട്, നീ ശിവ നൽകണേ അല്ലാ. പടച്ചവനെ കുടുംബത്തിന്റെ ഒരായിരം പ്രയാസം കാരണത്താൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന പ്രവാസികൾ, പെങ്ങളെ കെട്ടിക്കേണ്ടവർ, മക്കളെ കെട്ടിക്കേണ്ടവരുണ്ട്. അല്ലാഹുവേ നീ ഇവിടെ പ്രയാസങ്ങൾക്ക് ഒരവധി വരുത്തണേ തമ്പുരാനെ. പടച്ചവനെ ഇവിടെ ഭാര്യ മക്കളോടൊത്ത് താമസിക്കുന്നവരുണ്ട്, മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ. അവരുടെ കുടുംബജീവിതത്തിന് ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ നാട്ടിൽ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ചു വന്നവർ, പടച്ചവനെ പ്രവാസിയുടെ ഭാര്യയ്ക്ക് ചുറ്റും പിശാചുക്കൾ വല നെയ്യുമ്പോ അവരെ നീ കാത്തോളണേ അല്ലാഹുവേ. പടച്ചവനെ നീ കാത്തോളണേ അല്ലാഹുവേ. ഇവരുടെ മക്കളെ വഴിതെറ്റിക്കാൻ പിശാചുക്കൾ കൂടുമ്പോ അല്ലാഹുവേ ഈ പിരിഞ്ഞ വീട്ടിൽ കിടന്ന് പാടുപെടുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. എല്ലാ ആരോഗ്യവും നശിച്ച് ഗൾഫ് റിട്ടയർമെന്റിന് വീട്ടിൽ പോകുമ്പോ വഴിതെറ്റിപ്പോയ മക്കളെ ഓർത്ത് കഷ്ടപ്പെടേണ്ടവസ്ഥ നീ വരുത്തല്ലേ അല്ലാ, നീ വരുത്തല്ലേ അല്ലാ, നീ വരുത്തല്ലേ അല്ലാ. അവരുടെ ജീവിതം നീ നഷ്ടത്തിലാക്കല്ലേ അല്ലാ. അവരുടെ കുടുംബത്തിന് പ്രത്യേക കാവല് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ അവരെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പടച്ചവനെ ഈ മണ്ണിൽ പാടുപെടുന്ന ഓരോരുത്തരെയും നീ കാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ സഹായികളുടെ സഹോദരങ്ങളുണ്ട്, പടച്ചവനെ അവരുടെ മക്കളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. സാലിഹീങ്ങളാക്കണേ അല്ലാഹുവേ. പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വയം നൽകണേ അല്ലാ. ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. മുണ്ട് മുറുക്കി കൊടുത്ത് കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി വലുതാക്കി ഞങ്ങളുടെ പ്രിയപ്പെട്ടവനോ അല്ലാഹുവേ രോഗങ്ങൾക്ക് നീ ശിവ നൽകണേ അല്ലാ. പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. ഹജ്ജിന് പോകാൻ തീരുമാനിച്ചവരുണ്ട്, നീ യാത്ര എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാർ ഈ തിന്മയുടെയും നന്മയുടെയും ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ അല്ലാഹുവേ നീ അവരെ നന്മയുടെ വഴിയിൽ ഒരുമിപ്പിച്ച് നിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങളുടെ പൊന്നുമക്കളാണ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സൽസ്വഭാവികളാക്കണേ അല്ലാ, സാലിഹീങ്ങളാക്കണേ അല്ലാ, ആക്കി തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മക്കളെ ഒരു ലോകത്തിനും നീ അടിമയാക്കില്ലേ റബ്ബേ. രാവിലെ സലാം പറഞ്ഞു പോകുന്ന മക്കളെ പടച്ചവനെ നീ കാത്തോടണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങൾ നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങൾ സൽസ്വഭാവികളും മക്കളെ തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യമാരെ സാലിഹാത്തുകളാക്കണേ അല്ലാ. ഈ ദുനിയാവിലുള്ള കൊച്ചു കൂടി ഒരുമിച്ച് കിട്ടിയിട്ട് സ്നേഹിച്ച് പൊതിതീരുന്നതിന് മുമ്പ്, ജീവിച്ചു പൊതിതീരുന്നതിന് മുമ്പ് കൊടുങ്ങനെയുള്ള മരണങ്ങൾ കൊണ്ട് വിട്ടു പിരിപ്പിക്കല്ലേ തമ്പുരാനെ. നാളെ സ്വർഗത്തിൽ ഇതേപോലെ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഈ സദസ്സിന്റെ സംഘാടനത്തിന് വേണ്ടി അഹോരാത്രം പാടുപെട്ട ഇതിന്റെ പ്രവർത്തകരുണ്ട്, പടച്ചവനെ നീ അവരെ അനുഗ്രഹിക്കണേ റബ്ബേ. അവരെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഈ പ്രവർത്തനത്തിന്റെ
പ്രതിഫലം നീ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. നിന്റെ മദ്രസകൾ നീ നിലനിർത്തണേ അല്ലാഹുവേ. പടച്ചവനെ മക്കളെ മദ്രസയിൽ വിട്ട് ദീൻ പഠിപ്പിച്ച് നാളെ മരിച്ചു കിടന്നാൽ ഒരു യാസീനോട് ദുആ ചെയ്യുന്ന മക്കളെങ്കിലും ആക്കുന്നവരാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ അങ്ങനെ ആക്കി തരണേ തമ്പുരാനെ. അതിന് പാടുപെടുന്ന ഈ മദ്രസകൾ നിലനിർത്തണേ അല്ലാഹുവേ. അതിന്റെ സഹായികളെ നീ നിലനിർത്തണേ തമ്പുരാനെ. കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടബാധ്യതകൾ മാറ്റണേ അല്ലാഹ്. കടമെടുക്കാൻ വേണ്ടി ഇവിടെ കഷ്ടപ്പെടുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്, നീ കടം മാറ്റി കൊടുക്കണേ അല്ലാഹ്. കടക്കാരനായി നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. കച്ചവട സ്ഥാപനങ്ങളിൽ നീ വളർച്ചത്ത് നൽകണേ തമ്പുരാനെ. പഠിച്ചവരെ ഗർഭിണികളായ ഭാര്യമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. പഠിച്ചവനെ അവരാഗ്രഹിക്കുന്ന മക്കളെ നീ അവർക്ക് നൽകണേ അല്ലാഹ്. നൽകണേ അല്ലാഹ്. നൽകണേ തമ്പുരാനെ. പഠിച്ചവനെ അല്ലാഹുവേ മരിക്കുന്ന നേരെ കരിമ പറഞ്ഞ് സ്വർഗങ്ങളിൽ പുഞ്ചിരിയോടെ മരിപ്പിക്കണേ അല്ലാഹ്. ആരുടെ മണ്ണിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ യാത്ര ഏറ്റവും നല്ല യാത്രയാക്കണേ തമ്പുരാനെ. പരലോകത്തെഴുന്നേറ്റ് നിൽക്കുമ്പോൾ കിതാബ് വലത് കയ്യിലിട്ടിട്ട് സ്വർഗത്തിലോട്ട് പോകുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഈ സദസ്സിലേക്ക് ബക്കറ്റിൽ സദഖ ചെയ്ത ധാരാളം ആളുകളുണ്ട്. മനസ്സിലെ ആഗ്രഹമാണോ നീ അത് സ്വീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഏത് മുറാദ് മനസ്സിൽ വെച്ചവരാ സദഖ ചെയ്ത് അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നമ്മുടെ അയൽക്കാരുണ്ട്, നമ്മുടെ അയൽവക്കക്കാരുണ്ട്, അല്ലാഹുവേ നിങ്ങളെ സഹായിച്ചവർ സഹകരിച്ചവർ അല്ലാഹുവേ. സന്താന സൗഭാഗ്യമില്ലാത്ത ധാരാളം സഹോദരിമാർക്കോ ആളുകൾ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് സന്താന സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. നൽകണേ തമ്പുരാനെ. കഷ്ടമുള്ള ഒരു സഹോദരൻ അല്ലാഹുവേ നീ സാലിഹായ സന്താനത്തെ കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ. നിങ്ങളെ സഹായിച്ചവർ സഹകരിച്ചവർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ ഉസ്താദേ ദുആയിൽ മറക്കരുതെന്ന് ആരൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടോ അവരെല്ലാം ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ നമ്മുടെ സൗദി അറേബ്യയിലെ പ്രവാസികൾ വല്ലാത്ത കഷ്ടപ്പാടിലാണ്. ഇത് മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. ഇത് മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ പോയാൽ നാട്ടിലൊന്നുമില്ല തമ്പുരാനെ. അല്ലാഹുവിന്റെ ഹലാലായ വരുമാനത്തിന്റെ മാർഗം നീ അടക്കാതെ അവർക്ക് ഹൈറായ അവസ്ഥ നീ നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. എല്ലാ ഗൾഫ് മേഖലകളും ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്, പാവങ്ങളുണ്ട്. അല്ലാഹുവേ കഷ്ടപ്പെടുന്ന ധാരാളം അന്യ സംസ്ഥാനക്കാരും അന്യ രാജ്യക്കാരുമുണ്ട്. ആർക്കും നീ അവർക്ക് ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയിൽ അവർക്ക് മാറ്റി മരിക്കല്ലേ അല്ലാഹുവേ. ഈ നാട്ടിൽ നീ സമാധാനം തന്നെ അല്ലാഹുവിന്റെ ഭരണാധികാരികൾക്ക് നീ ഹൈർ നൽകണേ അല്ലാഹുവേ. പടച്ചവനെ കേരളത്തിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വീടുകളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് കാരണക്കാരായി ഇതിന്റെ ഭരണാധികാരികൾ അല്ലാഹുവേ നീ ഹൈർ നൽകണേ തമ്പുരാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا ارحم اباءنا وامهاتنا كما ربونا صغارا. امين برحمتك يا ارحم الراحمين والحمد لله رب العالمين. നാളെ ഉദ്ഘാടനം ഉണ്ടാവില്ല. നേരത്തെ ഓൺലൈൻ പ്രസംഗം